നമസ്കാരം. ലക്ഷ്യ ലേണിംഗ് ആപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സാധാരണ പലിശ, ഇംഗ്ലീഷിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലേക്കാണ് വരിക. PSC പരീക്ഷയിൽ ഇൻട്രസ്റ്റിൽ നിന്ന് സാധാരണ പലിശ, കൂട്ടുപലിശ, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ നിന്നാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക. സിമ്പിൾ ഇൻട്രസ്റ്റിൽ നിന്ന് ചോദ്യം ഉണ്ടാകുന്ന പരീക്ഷയ്ക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവാറില്ല. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാകുമ്പോൾ സിമ്പിൾ ഉണ്ടാവാറില്ല. അതായത് ഇൻട്രസ്റ്റ് രണ്ടെണ്ണമാണ്, ഒന്ന് സിമ്പിൾ, ദ അതർ വൺ ഈസ് കോമ്പൗണ്ട്. അപ്പം നമ്മളൊരു 10th നിലവാരത്തിലുള്ള പരീക്ഷയ്ക്ക് ആവശ്യമായ തരത്തിലുള്ള വസ്തുതകൾ മുഴുവൻ കോർത്തിണക്കിക്കൊണ്ടാണ് ഈ ഒരു ക്ലാസ് ക്രമീകരിച്ചിരിക്കുന്നത്. തീർച്ചയായും ശ്രദ്ധിച്ച് വ്യക്തമായി മനസ്സിലാക്കി വേണം പഠിക്കാൻ. അതായത് ഇത് ഓരോ ക്വസ്റ്റ്യൻ കണ്ട് ആ ക്വസ്റ്റ്യനെ കുറിച്ച് പൂർണ്ണമായി മനസ്സിലാക്കി അതിൻ്റെ എക്സ്പ്ലനേഷൻ കേട്ട ശേഷം അതേ മാതൃകയിൽ നൽകുന്ന ചോദ്യങ്ങൾ ഒരു പേപ്പർ എടുത്ത് വെച്ചിട്ട് വിത്തിൻ സെക്കൻഡ്സ്, ഒരു 15 സെക്കൻഡ് കൊണ്ട് ചെയ്തു തീർക്കാൻ സാധിക്കണം. 1-2 ചോദ്യം ചെയ്താൽ വളരെ വേഗം. അതായത് ചിലപ്പോൾ ഈ വീഡിയോയുടെ ലെങ്ത് ഒരു 25 മിനിറ്റ് ഉണ്ടാവും, പക്ഷേ നിങ്ങൾക്ക് ഇതൊരു 5 മിനിറ്റ് കൊണ്ട് പഠിച്ചു തീർക്കാൻ സാധിക്കണം. അതിന് പല മെത്തേഡുകളുണ്ട്. ഒന്ന്, നമ്മൾ ഒന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു, ആ ക്വസ്റ്റ്യൻ്റെ എനിക്ക് ഉത്തരം എഴുതാൻ സാധിക്കും. പിന്നെ അത് വീഡിയോ ഓടിച്ച് കണ്ടാൽ മാത്രം മതിയാവും. ഓക്കെയാണ്. അപ്പം നമുക്ക് ഫലപ്രദമായ രീതിയിൽ വേണം കാര്യങ്ങൾ കൊണ്ടുപോകാൻ. നമുക്ക് നോക്കാം സാധാരണ പലിശ. നമ്മൾ ഇംഗ്ലീഷിൽ അതിനെ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയും. ഇവിടെ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് ആദ്യം അറിയേണ്ടത് എന്താണ് ഇക്വേഷൻ. നമുക്ക് ഇൻട്രസ്റ്റ് കാണാൻ ഇൻട്രസ്റ്റിൻ്റെ ആദ്യത്തെ അക്ഷരമാണ് I. നമ്മൾ PNR എന്നൊരു ഫോർമുല സ്കൂൾ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, I = PNR. P പ്രിൻസിപ്പൽ എമൗണ്ട്, മലയാളത്തിൽ മുടക്കുമുതൽ. N നമ്പർ ഓഫ് ഇയേഴ്സ്, കാലാവധി. R റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, പലിശ നിരക്ക്. ഈ 3 കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് സാധാരണ പലിശയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ സിമ്പിളാണ്. ഓക്കെയാണ്. അപ്പോൾ ഇവിടെ നോക്കി, P പ്രിൻസിപ്പൽ എമൗണ്ട് ആണ്, ഒരു നിശ്ചിത എമൗണ്ട് തരും. നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് പറയുന്നത് വർഷത്തിൽ തരാം, മാസത്തിൽ തരാം, ദിവസത്തിൽ തരാം, നിരവധി രൂപത്തിൽ മാറ്റി തരാം. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ശതമാനവുമായി ബന്ധപ്പെടുത്തിയിട്ടായിരിക്കും തരിക. ഓക്കെ, അപ്പം നമുക്കിതിലെ ചോദ്യത്തിലേക്ക് പോകാം. ഇത്ര മാത്രം. ഒന്നാമത്തെ ചോദ്യം, 25,000 രൂപയ്ക്ക് 10% പലിശ നിരക്കിൽ 2 വർഷത്തെ സാധാരണ പലിശ കണക്കാക്കുക. വളരെ ലളിതമായൊരു ചോദ്യം. 25,000 രൂപ, 10% പലിശ നിരക്ക്, 2 വർഷം. നമ്മൾ എഴുതി ചെയ്യുമ്പോൾ നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് 25,000, പലിശ നിരക്ക് എത്ര? 10%. ശതമാനം എന്നാൽ ഡിനോമിനേറ്ററിൽ, ഛേദത്തിൽ 100 ഉണ്ട്, 10/100. കാലാവധി എത്ര? 2. ഈ സീറോയും ക്യാൻസലായി, ഇതും ക്യാൻസലായി. 2500 × 2, നമ്മുടെ ഉത്തരം 5000. ഇങ്ങനെ എഴുതി ചെയ്യുന്നതാണ് നമ്മുടെ ശീലം. നമ്മൾ വിചാരിക്കുന്നു ഇത് മതി, തീർച്ചയായും ഇത് മതി. പക്ഷെ ഒരു മത്സര പരീക്ഷയിൽ നമ്മളോടൊപ്പം മത്സരിക്കുന്ന ഉദ്യോഗാർത്ഥിയേക്കാൾ അല്ലെങ്കിൽ അയാൾക്ക് തുല്യമായ ഒരു വേഗത നമുക്കുണ്ടാവണം. ഓക്കെ, അതുകൊണ്ട് തന്നെ പരമാവധി എഴുത്തുകൾ കുറച്ചുകൊണ്ടാണ് ചെയ്യേണ്ടത്. എഴുതി ചെയ്യേണ്ട ചോദ്യങ്ങളുണ്ട്, അത് നമുക്ക് എഴുതാം. എന്നാൽ മറ്റു ചോദ്യങ്ങൾ എഴുതാതെ ചെയ്യണം. ഇവിടെ നോക്കി, ആദ്യം 25,000ൻ്റെ 10%. ഒരു സംഖ്യയുടെ 10% കാണാൻ അതിൻ്റെ വൺസിൽ നിന്ന്, യൂണിറ്റ് ഡിജിറ്റിൽ നിന്ന് ഒരു നമ്പർ മാറ്റുകയോ ഒരു ദശാംശ സ്ഥാനം മാറ്റിയിടുകയോ ചെയ്താൽ പോരെ. അപ്പോൾ 25,000ൻ്റെ 10%, ഒരു ഡെസിമൽ മാറ്റുമ്പോൾ എത്ര കിട്ടി? 2,500 രൂപ. ഓക്കെ, അപ്പോൾ ശതമാനം തരുമ്പോൾ അത് വാർഷികമാണ്. 25,000ൻ്റെ 10% 2,500 ഒരു വർഷത്തെ പലിശയാണെന്ന ബോധ്യം നമുക്കുണ്ടാവണം. അപ്പോൾ ഒരു വർഷത്തെ പലിശ എത്ര? 2,500. ഒരു വർഷം 2,500 വെച്ചിട്ട് എല്ലാ വർഷവും ആദ്യ വർഷം ലഭിക്കുന്ന പലിശ തന്നെയാണ് സാധാരണ പലിശയിൽ ലഭിക്കുന്നതെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ ആദ്യ വർഷത്തെ നമ്മുടെ പലിശ 2,500 ആണെങ്കിൽ 2 വർഷത്തെ പലിശ കാണാൻ 2,500 × 2 അല്ലേ? 2,500 × 2 എത്ര? 5,000. അപ്പം 3 വർഷത്തെ പലിശയാണെങ്കിലോ 2,500 × 3. 4 വർഷത്തെ പലിശയാണെങ്കിലോ 2,500 × 4. ശരിയല്ലേ? അപ്പോൾ ഒരു വർഷത്തെ പലിശ എഴുതാതെ കണ്ടുപിടിച്ചാൽ ബാക്കി നമുക്ക് കണ്ടുപിടിച്ചൂടെ? ഇനി ഒരു വർഷത്തിന് പകരം 6 മാസത്തെ പലിശ ചോദിച്ചു എന്ന് വെച്ചേ, ഒരു വർഷത്തേക്ക് 2,500. അപ്പോൾ 6 മാസത്തേക്ക് എന്ത് വരും? അതിൻ്റെ പകുതി അല്ലേടാ വരിക. 2,500ൻ്റെ പകുതി എത്ര? 1,250. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ കണ്ട മെത്തേഡ് എന്താ? ഇത് എഴുതി ചെയ്യുന്ന മെത്തേഡ്. അത് നമ്മുടെ നോട്ട്ബുക്കിലുണ്ട്. ഒരു ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷയ്ക്കാണെങ്കിൽ ഇത് നോക്കി നിങ്ങളിത് എങ്ങനെയാണ് ചെയ്തതെന്ന് വെരിഫൈ ചെയ്ത് മാർക്ക് തരുന്നതാണ് സ്കൂൾ തലത്തിൽ, കോളേജ് തലത്തിൽ നമ്മൾ അനുവർത്തിച്ച് വന്ന രീതി. എന്നാൽ ഇവിടെ ഒരു മത്സര പരീക്ഷയാണ്, ഒരു OMR പരീക്ഷയാണ്. ഇവിടെ സ്റ്റെപ്പുകൾക്ക് പ്രാധാന്യമില്ല. സ്റ്റെപ്പ് എഴുതി ചെയ്താലും എഴുതാതെ ചെയ്താലും നമുക്കൊരു മാർക്ക് തന്നെയാണ് ലഭിക്കുക.
കറക്റ്റ് അല്ലേ? അപ്പോൾ ഇത് വ്യക്തമല്ലേ? ഒരു സംഖ്യയുടെ 10% കാണാൻ നമ്മൾ ചെയ്യേണ്ടത് ആ സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്ത് നിന്ന് ഒരു 0 ഒഴിവാക്കുക, അല്ലെങ്കിൽ നമ്പർ ആണെങ്കിൽ ഒരു ഡെസിമൽ മാറ്റുക. അപ്പോൾ 50,000ൻ്റെ 10% 5000, 5000ൻ്റെ 10% ആയിരുന്നെങ്കിലോ 500, 500ൻ്റെ 10% ആയിരുന്നെങ്കിലോ 50, 50ൻ്റെ 10% ആയിരുന്നെങ്കിലോ 5, 5ൻ്റെ 10% ആണെങ്കിലോ 0.5. അപ്പോൾ 10% കാണാൻ മറക്കല്ലേ. 10% കണ്ട് പകുതി എടുത്താൽ ആരായി? 5%. 10% കണ്ട് ഇരട്ടി എടുത്താൽ ആരായി? 20%. ഉറപ്പല്ലേ? അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ് 10%. നമുക്ക് ഓരോരുത്തർക്കും ഇത് അറിയുകയും ചെയ്യാം. ആ രൂപത്തിലാണ് ചെയ്യാം. നോക്കാം. ഇപ്പോൾ ഈ മോഡൽ മനസ്സിലായ അടുത്ത് തരുന്ന ചോദ്യം തീർച്ചയായിട്ടും നിങ്ങൾ ഈ സ്റ്റെപ്പ് കാണണമെന്നില്ല. നിങ്ങൾ ഉത്തരം ചെയ്തതിന് ശേഷം ആൻസർ ശരിയാണോ എന്ന് മാത്രമാണ് നോക്കേണ്ടത്. ഓക്കെ അല്ലേ? അപ്പോൾ നോക്കാം. 70,000 രൂപ 20% പലിശ നിരക്കിൽ 3 വർഷത്തെ സാധാരണ പലിശ. ഈ ക്വസ്റ്റ്യൻ കണ്ടോടെ ഇത് പോസ് ചെയ്ത് വയ്ക്കുക. വിത്തിൻ 10 സെക്കൻഡിനകത്ത് നിങ്ങൾ ഉത്തരം ചെയ്യുക. എന്നിട്ട് ഈ വീഡിയോ വീണ്ടും പ്ലേ ചെയ്യുക. ഉത്തരം ശരിയാണോ എന്ന് നോക്കുക. ശരിയാണെങ്കിൽ എക്സ്പ്ലനേഷൻ മുഴുവൻ കേൾക്കണമെന്ന് നിർബന്ധം പോലും ഇല്ല. കാരണം നമ്മുടെ ടൈം അത്ര പ്രഷ്യസ് ആണ്. വീഡിയോ കണ്ട് പഠിക്കാനാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. ഉറപ്പല്ലേ? അപ്പോൾ 70,000ൻ്റെ 20%. 70,000ൻ്റെ 20%ത്തേക്കാൾ എനിക്ക് എളുപ്പം 10% എടുക്കാൻ. അപ്പോൾ എന്താ 10% എന്താ? 70,000ൻ്റെ 10% എന്താ? 7000. 7000 10 ആണെങ്കിൽ 10ൻ്റെ ഇരട്ടിയല്ലേ 20. 20% എത്ര? 14,000. അപ്പോൾ 70,000ൻ്റെ 20% എത്ര? 14,000. ഈ 14,000 എത്ര കാലത്തേക്കായിരിക്കും? 1 വർഷത്തേക്കായിരിക്കും. അപ്പോൾ എനിക്ക് 1 വർഷത്തെ പലിശ 14,000. നമുക്ക് എത്ര വർഷം കാണണം? 3 വർഷത്തേക്ക് കാണണം. ഉറപ്പല്ലേ? അപ്പോൾ 14,000 രൂപ വെച്ച് ഓരോ വർഷം 14,000 രൂപ വെച്ച് 3 വർഷത്തേക്ക്. ശരിയല്ലേ? സോ 14,000 ഇൻറ്റു 3. 14നെ 3 കൊണ്ട് ഗുണിക്കണം. നോക്കിയേ, 10നെ 3 കൊണ്ട് ഗുണിച്ചാലോ 30. 4 ഗുണം 3 എത്ര? 12. അപ്പോൾ 30ഉം 12ഉം എത്ര? 42. 42,000 രൂപ. ഇത് എഴുതിയാ കാണിച്ചേക്കുന്നേ. കാരണം നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാവണം. മനസ്സിൽ ചെയ്യാം. 70,000ൻ്റെ 10% 7,000. അപ്പോൾ 20% 14,000. ഇനി അതൊരു വർഷത്തേക്കാണ്. 3 വർഷത്തേക്ക് കാണാം. 14,000 ഗുണം 3. 14 ഗുണം 3. ഇതാണ് പലരുടെയും പ്രശ്നം. 14നെ 3 കൊണ്ട് ഗുണിക്കാൻ അറിഞ്ഞുകൂടാത്തെ. 14നെ 10 + 4 എന്നാക്കിയാലോ ഈസി ആയിട്ട് നിങ്ങൾ ചെയ്യും. 10 × 4 40, 10 × 3 30, 4 × 3 12. ആൻസർ 42,000. ഓക്കെയാണ്. വ്യക്തമല്ലേ? നമുക്ക് നോക്കാം അടുത്ത ചോദ്യം. 30,000 രൂപയ്ക്ക് 12% പലിശ നിരക്കിൽ 5 വർഷത്തെ സാധാരണ പലിശ. അപ്പോൾ 30,000ൻ്റെ 12% എങ്ങനെ ഞാൻ എഴുതാതെ ചെയ്യും? 30,000ൻ്റെ 10% എന്ന് പറഞ്ഞാൽ 3,000 ആണ്. ഡൗട്ടില്ലല്ലോ. ഇനി ഒരു 2% കൂടെ ഇതിനോട് ആഡ് ചെയ്താൽ എനിക്ക് 12% കിട്ടും. മനസ്സിൽ ചെയ്യേണ്ട മെത്തേഡാ. ദെൻ 30,000 എന്ന സംഖ്യയുണ്ട്. ആ 30,000ൻ്റെ 10% കാണാൻ നമ്മൾ ഉപയോഗിച്ച മെത്തേഡ് എന്താ? അതിൻ്റെ വൺസ് അല്ലെങ്കിൽ ഒറ്റയുടെ സ്ഥാനത്ത് നിന്ന് ഒരു ഡെസിമൽ മാറ്റി. അപ്പോൾ എന്തായി? 3,000 ആയി. അപ്പോൾ 30,000ൻ്റെ 10% 3,000 ആണ്. എങ്ങനെയാ 10% ആവുക? ഏതൊരു സംഖ്യയും 100% അല്ലേ? അപ്പം 100ൻ്റെ ഒരു 0 പോയാൽ 100 10ആയി. എന്നാൽ 100ൻ്റെ 2 പൂജ്യങ്ങളാണ് പോയിരുന്നതെങ്കിലോ 100 ആരായനി? 1 അപ്പോൾ 10%-ന് പുറമെ നമ്മൾ പഠിക്കേണ്ട മറ്റൊരു ശതമാനമാണ് എങ്ങനെ ഒരു സംഖ്യയുടെ 1% എഴുതാതെ ചെയ്യാം. അതിന് തന്നെ ചെയ്യേണ്ടത് തന്നിരിക്കുന്ന സംഖ്യയുടെ 2 ദശാംശം ഒഴിവാക്കുക, അല്ലെങ്കിൽ 2 പൂജ്യങ്ങളുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. ഉറപ്പല്ലേ? അപ്പം നോക്കിയേ, 30,000ൻ്റെ 2 ദശാംശം ഒഴിവാക്കിയാൽ എത്ര കിട്ടി? അവിടെ 300. അപ്പോൾ 30,000ൻ്റെ 1% എത്ര? 300. 3,000ൻ്റെ 1% ആണെങ്കിലോ 3,000ൻ്റെ 2 പൂജ്യം ഒഴിവാക്കുമ്പോൾ ആര് കിട്ടും? 30. 300ൻ്റെ 1% ആണെങ്കിലോ 2 പൂജ്യം ഒഴിവാക്കുമ്പോൾ ആരെ കിട്ടും? 3. ഇവിടെ നമുക്ക് ഈ 2% പഠിച്ചാൽ ഒരു പരിധി വരെയുള്ള എല്ലാ ചോദ്യങ്ങളും നമുക്ക് എഴുതാതെ ചെയ്യാൻ പറ്റും. ഒരു സംഖ്യയുടെ 10% എങ്ങനെയാണ് കാണുക? 1 ദശാംശം മാറ്റോ, 1 ദശാംശം മാറ്റോ, 1 ദശാംശം മാറ്റും. ഒരു സംഖ്യയുടെ 1% എങ്ങനെയാണ് കാണുക? 2 ദശാംശങ്ങൾ മാറ്റും. ക്ലിയർ അല്ലേ? അപ്പം 30,000ൻ്റെ 10% 3,000 ആയി. 1% 300. അപ്പോൾ 2% എത്ര? 600. സോ 3,000 + 600 3,600. പിടികിട്ടി? സോ ഈ 3,600 5 വർഷത്തേക്ക്. സോ 3,600 × 5. ഇതാണ് ഉത്തരം. 3,600 × 5 എന്ന് പറയുന്നത് നമുക്ക് അറിയാം. 30 × 5 എത്ര കിട്ടും? 3 × 5 15. 6 × 5 എത്ര? 30. അപ്പോൾ ആൻസർ എത്ര കിട്ടി? 18,000 രൂപ എന്ന് കിട്ടി. ഓക്കെ.
അപ്പോൾ നമ്മൾ ചിന്തിക്കും, ഇത് ഞാൻ എഴുതി പല പ്രാവശ്യം മനസ്സിൽ ചിന്തിച്ചു എന്നിട്ടൊക്കെയല്ലേ എനിക്ക് കിട്ടിയത്, ഇതിനേക്കാൾ ഞാൻ ഈ 30,000 ഇൻറ്റു 12%, 12/100 ഇൻറ്റു 5 എന്ന് എഴുതി ഇങ്ങനെ അങ്ങ് വെട്ടി ചെയ്താലും ഇത് തന്നെയല്ലേ കിട്ടുക ആണ്, മാറ്റമൊന്നുമില്ല. പക്ഷേ ഇതിപ്പം കുറച്ചുകൂടെ സിമ്പിളായ ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് എളുപ്പം തന്നെയാണ്, ഉറപ്പല്ലേ? പക്ഷെ കുറച്ചുകൂടെ സിംപ്ലിഫിക്കേഷൻ ഇവിടെ സ്പീഡാവുമ്പോൾ, ഇവിടെ നമുക്ക് സ്പീഡല്ലല്ലോ, നമ്മൾ പഠിക്കാൻ ശ്രമിക്കുകയല്ലേ ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാർ. സ്പീഡാവുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ആവശ്യമില്ല. 30,000-ൻ്റെ 10%, 3000, 1%, 300, 2%, 600, 3 ഇൻറ്റു 5, 3 5 കൊണ്ട് ഗുണിക്കുന്നു. 5 കൊണ്ട് ഗുണിക്കാൻ വേണ്ടി ഒരു സംഖ്യ 3600 ഇപ്പോൾ നമ്മൾ എഴുതി ഗുണിക്കുക ചെയ്തേ. ഇതിനെ പകുതിയാക്കി. 3600-ൻ്റെ പകുതി എത്ര? 1800. 5ൻ്റെ ഇരട്ടി എത്ര? 10. 1800 ഇൻറ്റു 10, 18,000. ഇതൊരു മെത്തേഡ്. ഒന്നുകൂടെ ഞാൻ പറയാവേ. നമുക്ക് 12% പലിശ നിരക്കിൽ 5 വർഷത്തെ പലിശയാണ് കാണേണ്ടത്. ഈ ശതമാനം സാധാരണ പലിശയുടെ പ്രത്യേകത അറിയാവോ? എല്ലാ വർഷവും 12% അല്ലേ? ആദ്യ വർഷം 12, രണ്ടാം വർഷം 12, മൂന്നാം വർഷം 12, നാലാം വർഷം 12. അങ്ങനെയാണെങ്കിൽ 5 വർഷം ആകുമ്പോൾ 12 ഇൻറ്റു 5 എത്ര വരും? 12 ഇൻറ്റു 5 എത്ര വരും? 60% എന്ന് പറഞ്ഞാൽ പിന്നെ വർഷം വേണ്ട. 30,000-ൻ്റെ 60% അങ്ങ് എടുത്താൽ നമുക്ക് ഇതേ ഉത്തരം കിട്ടണം. പറഞ്ഞാൽ മനസ്സിലായി? സാധാരണ പലിശയ്ക്കുള്ളൊരു പ്രത്യേകത. അപ്പം നാം ഡിഫറൻറ്റ് മെത്തേഡാണ് പറയുക. ഓരോന്നിനും ഓരോ ക്വസ്റ്റിനും ഓരോന്നായിരിക്കും സ്യൂട്ട്. ഇത് ഇവിടെ നോക്കിയേ, 12% ഒരു വർഷം, 5 വർഷത്തേക്ക് 12 ഇൻറ്റു 5 60. അതൊരു റൗണ്ടഡ് ഫിഗറാണ്. ശതമാനം എടുക്കുക എളുപ്പമായിരിക്കില്ലേ? സോ ഓക്കെ, 30,000-ൻ്റെ 10%, 3000. 10നെ 60 ആക്കണമെങ്കിൽ 6 കൊണ്ട് ഗുണിക്കണ്ടേ? 3000 ഇൻറ്റു 6, 3 ഇൻറ്റു 6 18,000. ഓക്കെ, അപ്പം മെത്തേഡ് 1, മെത്തേഡ് 2, മെത്തേഡ് 3 എല്ലാം നിങ്ങൾ ചെയ്യാൻ പറ്റും. ഇതെല്ലാം കൂടെ പഠിച്ചു വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ നമ്മൾക്ക് വേഗത ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നോക്കി, എഴുതാതെ ചെയ്യാൻ പരമാവധി ശ്രമിക്കുക. എഴുതിയതുകൊണ്ട് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു കുഴപ്പമില്ല. നമുക്ക് അല്പം വേഗത അല്പം കുറഞ്ഞേക്കാം. അപ്പോൾ ഈ ഇപ്പോൾ പുതിയ മെത്തേഡാണ് പഠിക്കുന്നത്, എഴുതാതെ ചെയ്യാനുള്ള മെത്തേഡ്. അത് പഠിക്കുമ്പോൾ വേഗത കുറവാണ്, പക്ഷെ പഠിച്ചു കഴിഞ്ഞാലോ ഇതിൻ്റെ 5 ഇരട്ടി വേഗത ഉണ്ടാവും. ശരിയല്ലേ? അതുകൊണ്ടല്ലേ നമ്മൾ ഷോർട്ട് കട്ട് മെത്തേഡുകൾ ഇഷ്ടപ്പെടുന്നത്. അപ്പം 30,000-ൻ്റെ 10% 3000, 2% 600, 3600 ഒരു വർഷത്തെ പലിശ. അത് 5 വർഷത്തേക്ക് 3600 ഇൻറ്റു 5 18,000. ഇനി മറ്റൊരു മെത്തേഡ് നോക്കിയേ, 12% ഒരു വർഷത്തേക്കാണ്. ഒരു വർഷത്തേക്ക് 12% ആണെങ്കിൽ 2 വർഷത്തേക്ക് 24, 3 വർഷത്തേക്ക് 36. കാരണം എല്ലാ വർഷവും 12 ഓക്കെ, അപ്പോൾ 5 വർഷത്തേക്ക് എന്ത് വരും? 12 ഇൻറ്റു 5 60. ഇത് 4 ആവുമ്പോൾ 12 ഇൻറ്റു 4 48. അപ്പോൾ 48 എടുക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്, ഞാൻ ഈ മെത്തേഡിൽ പോവാം. അത് നിങ്ങളുടെ ചോയ്സാണ്. ഓക്കെ, അപ്പോൾ മക്കളെ ക്ലിയർ അല്ലേ? ദെൻ ഇവിടെ ഈ വ്യത്യസ്തമായ രീതികൾ സിംപ്ലിഫിക്കേഷൻ ഇത് വളരെ ബേസ് ക്വസ്റ്റ്യനാണ്. ഇത് പറയാൻ കാര്യം അങ്ങോട്ട് വരുന്ന ചോദ്യങ്ങൾ കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനാണ്. നോക്കാം നമുക്ക് അടുത്ത ചോദ്യം. 30,000 രൂപയ്ക്ക് 20% പലിശ നിരക്കിൽ 2.5 വർഷത്തെ സാധാരണ പലിശ എഴുതാതെ ചെയ്യാൻ പറ്റി. 30,000-ൻ്റെ 10% എത്ര? 3000. അപ്പോൾ 20% 6000. അപ്പോൾ ഒരു വർഷത്തെ പലിശ 6000 എഴുതാതെ ചെയ്യാൻ പറ്റിയില്ലേ? 10% 3000 എങ്കിൽ 20% എത്ര? അതിൻ്റെ ഇരട്ടി 6000. ഒരു വർഷത്തേക്ക് 6000. എത്ര വർഷത്തേക്കാണ് കാണേണ്ടത്? 2.5 വർഷത്തേക്ക്. ഒരു വർഷത്തേക്ക് 6000 ആണെങ്കിൽ 2 വർഷത്തേക്ക് എത്ര വരും? 12,000. ഡൗട്ടുണ്ടാ? ഒരു വർഷത്തേക്ക് 6000 ആണെങ്കിൽ ഇനി ഒരു അര വർഷം കൂടെ വേണ്ടേ? അര വർഷത്തേക്ക് എത്ര? 3000. സോ 12ഉം 3ഉം എത്ര കിട്ടി? 15,000 രൂപ. ഇത് എഴുതി ചെയ്യുമ്പോൾ ലേറ്റ് ആവോ ഇല്ലേ നോക്കി. 30,000 എഴുതി, 20% 20/100, 2.5 വർഷം 2.5. ഡെസിമൽ എഴുതിയാൽ ഡെസിമൽ എഴുതുന്നില്ല, 2.5. 2 ഇൻറ്റു 2 4 + 1 5/2 എന്ന് എഴുതേണ്ടി വരും. ഇവിടെ 5/2, 2.5 മാറ്റിക്കഴിഞ്ഞാൽ 5/2 സിംപ്ലിഫൈ ചെയ്യണം. ഓക്കെ, ഇത് എഴുതുന്ന സമയം മതി ചെയ്യാൻ. ഒരിക്കൽ കൂടെ നോക്ക്, 30,000-ൻ്റെ 10%, സോറി അതെ 30,000-ൻ്റെ 10% 3000. അപ്പോൾ 20% 6000. ഒരു വർഷത്തേക്ക് 6000 ആണെങ്കിൽ അര വർഷത്തേക്ക് 3000. ഡൗട്ടുണ്ടോ? ഒരു വർഷത്തേക്ക് 6000 ആണെങ്കിൽ 2 വർഷത്തേക്ക് 12,000, അര വർഷത്തെ 3000 കൂടെ ചേർത്താൽ 15,000 രൂപ. ഓക്കെ അല്ലേ? ഓക്കെ, 25,000 രൂപ 12% പലിശ 3.5 വർഷം. 12 ഇൻറ്റു 3 36, 12ൻ്റെ അര 6 42. 42 എടുക്കാൻ ചിലപ്പോൾ പാടാണ്, വിട്ടേക്ക്. 25,000-ൻ്റെ 12%. 25,000-ൻ്റെ 10% എത്രയാണ്? അത് 2,500. 25,000-ൻ്റെ 1% എത്രയാണ്? 250. അപ്പോൾ 2% എത്രയാണ്? അത് 500. ഉറപ്പാണ്.
അപ്പോൾ ഒരു വർഷത്തെ പലിശ 3000. ഡൗട്ടുണ്ടാ? 25,000-ൻ്റെ 10% 2500, 1% 250, 2% 500. സോ നമുക്ക് 3000 കിട്ടി. നമുക്ക് 3.5 വർഷമല്ലേ കാണേണ്ടത്, എഴുതാതെ ചെയ്യണം. ഒരു വർഷം 3000 ആണെങ്കിൽ 3 വർഷത്തേക്ക് പറ, 3000 ഗുണം 3 9000. ഒരു വർഷത്തേക്ക് 3000 ആണെങ്കിൽ അര വർഷത്തേക്ക് പറ, എത്ര കിട്ടും? 3000-ൻ്റെ പകുതി 1500. അപ്പോൾ ടോട്ടൽ 10500 രൂപ. 25,000 രൂപയ്ക്ക് 12% പലിശ നിരക്കിൽ 3.5 വർഷത്തെ സാധാരണ പലിശ. മക്കളെ 10500. ഈ മെത്തേഡായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ കംഫർട്ടബിൾ. ആദ്യം ഒരു വർഷത്തെ പലിശ കാണുക. അതിനെ അരയാക്കാൻ പറ്റും, അതിനെ 2 ആക്കാൻ പറ്റും, 4 ആക്കാൻ പറ്റും. നമുക്ക് ആദ്യത്തെ കുറച്ച് ബുദ്ധിമുട്ട് തോന്നുമെങ്കിലും പിന്നീട് വേഗത വളരെയധികം വർദ്ധിപ്പിക്കാൻ സാധിക്കും. ഉറപ്പല്ലേ? അപ്പോൾ 25,000-ൻ്റെ 10% 2500, 1% 250, അപ്പോൾ 2% 500. രണ്ടും കൂടെ ചേർക്കുമ്പോൾ 3000 രൂപയാണ് ഒരു വർഷത്തെ സാധാരണ പലിശ. ഒരു വർഷത്തേക്ക് 3000 ആണെങ്കിൽ 3 വർഷത്തേക്ക് അത് 9000-ഉം അര വർഷത്തെ 1500-ഉം കൂടെ ചേരുമ്പോൾ നമ്മുടെ ഉത്തരം 10500 രൂപ. ഓക്കെ അല്ലേ? നോക്കാം നമ്മുടെ അടുത്ത ചോദ്യം. 50,000 രൂപയ്ക്ക് 10% പലിശ നിരക്കിൽ 3.5 വർഷത്തെ സാധാരണ പലിശ. എഴുതാതെ ചെയ്യണം, പോസ് ചെയ്ത് വെച്ച് 5 സെക്കൻഡ് കൊണ്ട്. 50,000-ൻ്റെ 10% 5000. ഒരു വർഷത്തേക്ക് 5000 ആണെങ്കിൽ 3 വർഷത്തേക്ക് 5 × 3 15. ഇതുപോലും എഴുതാതെ ചെയ്യാൻ പറ്റും. ഞാൻ എഴുതി കാണിക്കുന്ന 5 × 3 15. ഒരു വർഷത്തേക്ക് 5000 ആണെങ്കിൽ അര വർഷത്തേക്ക് 2500. 15ഉം 2ഉം 17,500. ക്ലിയർ അല്ലേ? ഇവിടെ 50,000 രൂപയുണ്ട്. 50,000 രൂപയ്ക്ക് 10% പലിശ നിരക്കിൽ 3.5 വർഷത്തെ സാധാരണ പലിശ. 50,000-ൻ്റെ 10% 5000. അത് ഒരു വർഷത്തെ പലിശയാണ്. അപ്പോൾ 3 വർഷത്തേക്ക് എന്താ ചെയ്യുക? 5000 ഗുണം 3 15,000. ഒരു വർഷത്തേക്ക് 5000 ആണെങ്കിൽ അര വർഷത്തേക്ക് 2500 ആണ്. 15,000 + 2500 17,500. ഓക്കെ അല്ലേ? നോക്കൂ, 40,000 രൂപ 15% പലിശ നിരക്കിൽ 3/4 അര 3/4 3.25 വർഷത്തെ പലിശ എന്ത് അല്ലേ? നോക്കാം. 40,000-ൻ്റെ 15% കാണണം. എന്താ 40,000-ൻ്റെ 10%? അപ്പോൾ മനസ്സിൽ വരും 4000. ശരിയല്ലേ? ഇനി 15 കാണേണ്ടത്. 15 കാണാൻ ബാക്കി എത്ര വേണം? 5%. 10% 4000 ആണെങ്കിൽ 5% എത്ര? 2000. അപ്പോൾ 15% 6000. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? ഇത്ര എഴുതി വയ്ക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. 40,000-ൻ്റെ 10% 4000 ആണ്. 40,000-ൻ്റെ 5% അതിൻ്റെ പകുതി 2000 ആണ്. അങ്ങനെയാണെങ്കിൽ 40,000-ൻ്റെ 15% 6000. ഒരു വർഷത്തെ പലിശ 6000 ആണെങ്കിൽ 3 വർഷത്തെ പലിശ പറ. 3 × 6000 എത്ര കിട്ടും? 18,000 ആണോ? ഇനി നമുക്ക് വേണ്ടത് 1/4 വർഷത്തെ പലിശ. ഒരു വർഷം 6000 ആണ്. 1/4 അവിടെ തന്നെ കിടപ്പുണ്ട്. 1/4. ആ ഒരു സംഖ്യയെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 6000/4. 6000-ൻ്റെ പകുതി 3000. 3000-ൻ്റെ പകുതി 1500. സോ അപ്പോൾ എന്ത് കിട്ടും? 19,500. ഇവിടെ ഈ എഴുതി 1/4 ഞാൻ എഴുതി കാണിച്ചെന്നേ ഉള്ളൂ, ചെയ്യാൻ നിൽക്കല്ലേ. എളുപ്പവഴി പറഞ്ഞുതരാം. ഒരു വർഷത്തേക്ക് 6000. ഡൗട്ടുണ്ടാ? എങ്കിൽ അതിൻ്റെ പകുതി അര വർഷത്തേക്ക് അതിൻ്റെ പകുതി 3000. അപ്പോൾ 1/4 വർഷത്തേക്ക് 3000-ൻ്റെ പകുതി 1500. ഓക്കെ, ഇനി 1/4 ആണോ 1/3 ആണോ എന്നൊന്നും ഡൗട്ട് വേണ്ട. ഒരു വർഷം എത്ര മാസം? ഒരു വർഷം എത്ര മാസം? 12 മാസം. അപ്പോൾ അര വർഷം ആകുമ്പോൾ 1/2 വരും. അപ്പോൾ എത്ര കിട്ടി? 6. ഒരു വർഷം 12, അര വർഷം ആകുമ്പോൾ 6 അല്ലേ? അപ്പോൾ 1/4 വർഷം 6-ൻ്റെ പകുതി 3 അല്ലേ? അപ്പോൾ വരാം. അപ്പോൾ 12 × 1/4 അല്ലേ 3. ക്ലിയർ അല്ലേ? അപ്പോൾ നോക്കാം. 40,000 രൂപ 15% പലിശ നിരക്കിൽ 3.25 വർഷത്തെ സാധാരണ പലിശ. 40,000-ൻ്റെ 10% 4000 ആണ്. അതിൻ്റെ പകുതി 5% 2000 ആണ്. 4000 + 2000 6000 ആണ് ഒരു വർഷത്തെ സാധാരണ പലിശ. അത് 3 വർഷത്തേക്ക് മാറ്റുമ്പോൾ 18,000 രൂപ. ഒരു വർഷത്തേക്ക് 6000 ആകുമ്പോൾ 1/4 വർഷത്തേക്ക് 1500. ആകെ 19,500 രൂപയാണ് 3.25 വർഷത്തെ സാധാരണ പലിശ. ഓക്കെ അല്ലേ? ഓക്കെ, 25,000 രൂപയ്ക്ക് 12% പലിശ നിരക്കിൽ 1.25 വർഷത്തെ സാധാരണ പലിശ. ഇത്രയും ക്വസ്റ്റ്യൻ ഇടുന്നത് സിംപ്ലിഫിക്കേഷൻ ഒന്ന് പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിയാണ്. 25,000-ൻ്റെ 12%. ഇപ്പം നമുക്കറിയാം 10% 2500.
10% 2500 ആണെങ്കിൽ 1% എത്ര? അത് 250. നമുക്കിവിടെ 2% അല്ലേ വേണ്ടത്. അപ്പോൾ 2% എത്ര? 500. അപ്പോൾ ആകെ 3000 രൂപയാണ് ഒരു വർഷത്തെ പലിശ. ഒരു വർഷം 3000. നമുക്കിവിടെ കാണേണ്ടത് എത്ര? 1.25 വർഷം. അപ്പോൾ ഒരു വർഷത്തേക്ക് നമുക്ക് 3000 കിട്ടി. ഇനി ഒരു 1/4 വർഷത്തേക്ക് വേണ്ടേ? അപ്പോൾ അര വർഷത്തേക്ക് എടുക്കാം. 3000ൻ്റെ പകുതി 1500. അതിൻ്റെ പകുതി 1/4 വർഷത്തേക്ക് എത്ര കിട്ടും? 750. 3000ഉം 750ഉം കൂടെ ചേരുമ്പോൾ 3750. എന്താണ് 750? ഒരു വർഷത്തെ പലിശ 3000 രൂപയാകുമ്പോൾ 1/4 വർഷത്തെ പലിശ 1/4 വർഷത്തെ പലിശയാണ് നമ്മൾ കാണുന്നത്. 3000 × 1/4 അത് 750 രണ്ടും കൂടെ ചേർന്നാൽ 3750 രൂപ. ഓക്കെ അല്ലേ? ഒന്നുകൂടെ നോക്കിയേ. 50,000 രൂപയ്ക്ക് 20% പലിശ നിരക്കിൽ 2.25 വർഷത്തെ സാധാരണ പലിശ. അപ്പോൾ 50,000 ഉണ്ട്, അതിൻ്റെ 20% എഴുതാതെ തന്നെ ചെയ്യണം. 10% 5000 ആണെങ്കിൽ 20% 10,000. ഒരു വർഷത്തെ പലിശ 10,000 ആണെങ്കിൽ 2 വർഷത്തെ പലിശ എത്ര കിട്ടും? 20,000. ഇനി 1/4 വർഷത്തെ പലിശ. ഒരു വർഷത്തെ പലിശ 10,000 ആണെങ്കിൽ അര വർഷത്തെ പലിശ 5000, 1/4 വർഷത്തെ പലിശ 2500. അപ്പോൾ നമ്മുടെ ആൻസർ 22,500. ക്ലിയർ അല്ലേ? ഇപ്പം നിങ്ങൾ നോക്കിയേ, ഇപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ വേഗത കൂടാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ സാധാരണഗതിയിൽ ഇങ്ങനെ. ഇനി ഇത് റൗണ്ടഡ് ഫിഗർ അല്ല, 12.5%. എനിക്ക് പാടാ, അത് പാടല്ല, എനിക്ക് പാടാ. എഴുതിക്കോ, കുഴപ്പമില്ല, എഴുതാൻ നമുക്കറിയാമല്ലോ. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ മെത്തേഡ് ഒരു പരിധി വരെ പല ചോദ്യങ്ങൾക്കും നമുക്ക് ഇമ്പോർട്ടൻസ് ആയിരിക്കും. ഓക്കെ, നോക്കാം. 30,000 രൂപയ്ക്ക് 5% പലിശ നിരക്കിൽ 73 ദിവസത്തെ സാധാരണ പലിശ. നമ്മൾ എഴുതി ചെയ്യുന്ന മെത്തേഡ് 30,000 രൂപ എഴുതി 5% 5/100 ഇൻറ്റു 73 ദിവസം. ഒരു വർഷം എത്ര ദിവസമാണ്? 365 ദിവസം. ഓക്കെ, ഇവിടെ മാസമൊന്നും ആയില്ല, ഒരു വർഷം 3. അപ്പോൾ 73 ദിവസം എന്ന് പറയുമ്പോൾ 73/365. ഇങ്ങനെയാണ് നമ്മൾ സ്കൂളിൽ ചെയ്യുന്നത്. ഇനി ഈ പാർട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാതെ ചെയ്യാൻ അറിയാം. 30,000ൻ്റെ 10% 3000 അപ്പോൾ 5% എത്ര? 1500. 30,000ൻ്റെ 5% എത്ര? 1500. ഇനി ഇതറിയാമല്ലോ. അപ്പോൾ 1500 ഇൻറ്റു 73/365 എഴുതിയാലും കുഴപ്പമില്ല. ഉറപ്പല്ലേ? അപ്പോൾ എഴുതാൻ പറ്റുന്ന ഭാഗം മുഴുവൻ എനിക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ല, പക്ഷേ എനിക്കൊരു ചെറിയ പാർട്ട് അറിയാം. അപ്പം ഞാൻ മുഴുവൻ എഴുതി വെക്കണ്ട, ആ പാർട്ട് എഴുതിക്കോ. ഇതിന് പകരം 1500 ഇൻറ്റു 73/365 എഴുതിക്കൂടെ? ഓക്കെ. ഇനി നമ്മൾ വേറൊരു കാര്യം പഠിക്കണം, മത്സര പരീക്ഷയുണ്ട്. 73 ദിവസം എന്ന് പറയുന്നത് ഒരു വർഷത്തിൻ്റെ 1/5 ഭാഗമാണ്. കിട്ടിയ 73 ദിവസം എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൻ്റെ 1/5 ഭാഗമാണ്. കാരണം 73 ഇൻറ്റു 5 365. അപ്പോൾ 73 ദിവസത്തെ പലിശ കാണാൻ പറഞ്ഞ 73 ദിവസത്തെ പലിശ കാണാൻ പറഞ്ഞ ഒരു വർഷത്തിൻ്റെ പലിശ /5 1/5 ആണ് അതിൻ്റെ ഭിന്നസംഖ്യാ രൂപം. ഇതിൻ്റെ ഇരട്ടി ഒരെണ്ണം ഉണ്ട്. 73ൻ്റെ ഇരട്ടി എത്ര? 146 ദിവസം. അത് 2/5. ഇത് രണ്ടും ഒരു മത്സര പരീക്ഷയ്ക്ക് പഠിക്കുന്ന ഉദ്യോഗാർത്ഥി എന്ന നിലയിൽ നിങ്ങൾ ഓർക്കണം. 73 മാത്രം ഓർത്താൽ മതി. ഒരു വർഷത്തെ പലിശ കാണണം. ആ ഒരു വർഷത്തെ പലിശ എന്ത് ചെയ്യണം? ഇൻറ്റു 1/5. ഇൻറ്റു 1 കൊണ്ട് ഇൻറ്റു ചെയ്താൽ വില വല്ലതും മാറുമോ? ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണം? /5. അപ്പോൾ ഈ 146 പഠിക്കണമെന്നില്ല, 73 കണ്ടിട്ട് ഇരട്ടി എടുത്താൽ പോരെ. ഓക്കെ, 73 കണ്ടിട്ട് ഇരട്ടി. അപ്പോൾ നിങ്ങളിവിടെ പറ. ഇനി ഞാൻ എഴുതാതെ ചെയ്യുന്ന മെത്തേഡിലേക്ക് വരാം. 30,000ൻ്റെ 5% എഴുതാതെ പറഞ്ഞാൽ 10% 3000, 5% എത്ര? 1500. 1500 ഒരു വർഷത്തെ പലിശയാണ്. നിങ്ങൾക്ക് കാണേണ്ടത് എത്ര? 73 ദിവസത്തെ പലിശ. എന്ത്? അപ്പോൾ ഒരു വർഷത്തെ പലിശയെ ഇൻറ്റു 1/5 ഒന്നുകൊണ്ട് ഗുണിക്കുമ്പോൾ വില മാറൂ? ഇല്ല. അപ്പോൾ /5. 1500/5 എത്ര കിട്ടി? 300 എന്ന് കിട്ടി. പിടികിട്ടിയ. അപ്പോൾ ഇതാണ് നമുക്ക് എഴുതാതെ ചെയ്യാൻ പറ്റുന്ന മെത്തേഡ്. ഉറപ്പല്ലേ? ഞാൻ ഒരിക്കൽ കൂടെ അത് ആക്ച്വലി എഴുതാം. ഒരു വർഷത്തെ പലിശ എന്ന് പറയുന്നത് 1500. 73 ദിവസത്തെ പലിശ കാണാൻ അതിനെ ഇൻറ്റു 1/5 അല്ലേ? ഒന്നുകൊണ്ട് വില മാറില്ല. ആൻസർ എത്ര കിട്ടി? 300 ഒരു വർഷത്തെ പലിശയിൽ നിന്ന് നമുക്ക് 73 ദിവസത്തെ പലിശ എടുക്കുമ്പോൾ ലഭിക്കുന്നു. ഇനി 73 ദിവസത്തെ പലിശ പഠിച്ച
അപ്പം നമ്മൾ ചോദിക്കുകയാണ് 73 പകരം 37 ചോദിച്ചാൽ ഞാൻ എന്ത് ചെയ്യും? 37 ചോദിച്ചാൽ 37/365 എഴുതി മാത്രമേ ആ പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ചെയ്യാൻ പറ്റൂ. എന്ന് പറഞ്ഞാൽ നമ്മുടെ വേഗത അവിടെ പ്രശ്നമല്ല. നമ്മളോടൊപ്പമുള്ള ആളും നമ്മൾ ഉപയോഗിക്കുന്ന അതേ പാറ്റേണിൽ മാത്രമേ അത് ചെയ്യാൻ സാധിക്കൂ. ഉറപ്പല്ലേ? എളുപ്പമുള്ളത് എളുപ്പത്തിൽ ചെയ്യുക, എളുപ്പമില്ലാത്തത് നമ്മളെല്ലാവർക്കും തുല്യരാണ്. ഉറപ്പാണല്ലോ. അപ്പോൾ പഠിച്ചതാ, ഇതാണ് പോയിന്റ്. 73 ദിവസത്തെ സാധാരണ പലിശ കാണണമെങ്കിൽ ഒരു വർഷത്തെ പലിശ എടുത്ത് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഒരു വർഷത്തെ പലിശ എടുത്ത് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇൻറ്റു 1/5 ഒന്നുകൊണ്ട് ഗുണിക്കുമ്പോൾ വില മാറില്ല. അതുകൊണ്ടാണ് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെന്ന് പഠിച്ചത്. ഓക്കെ ആണ്? പഠിച്ച നോക്കാം അടുത്ത ചോദ്യം. 50,000 രൂപയ്ക്ക് 10% പലിശ നിരക്കിൽ 73 ദിവസത്തെ സാധാരണ പലിശ. 50,000ൻ്റെ 10%. അപ്പോൾ കിട്ടി എത്ര? 5,000. 73 ദിവസത്തെ പലിശയാണ് കാണേണ്ടതെങ്കിൽ എന്ത് ചെയ്യും? ബൈ 5. 5000/5. നമ്മുടെ ഉത്തരം 1000. ഉറപ്പാണ്? ഉറപ്പാണ്, തെറ്റില്ലല്ലോ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 15,000 രൂപയ്ക്ക് 20% പലിശ നിരക്കിൽ 73 ദിവസത്തെ സാധാരണ പലിശ. 15,000 രൂപ 20%. 15,000ൻ്റെ 10% 1,500. അപ്പോൾ 20% 3,000. ഒരു വർഷത്തെ പലിശ 3,000. 15,000ൻ്റെ 10% 1,500. നമുക്കിവിടെ 20% 3,000. 73 ദിവസത്തെ പലിശ കാണാം. ഒരു വർഷത്തെ പലിശ എന്ത് ചെയ്യണം? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ആൻസർ 3,000 ഡിവൈഡഡ് ബൈ 5 600. അപ്പം നോക്കിയേ, 15,000 രൂപയുടെ 10% 1,500 ആണ്. 20% 3,000. 3,000 ഒരു വർഷത്തെ പലിശയാണ്. ഒരു വർഷത്തെ പലിശ 3,000 ആണെങ്കിൽ അതിനെ എന്ത് ചെയ്യണം? 73 കാണാൻ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 5 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 3,000/5. നമ്മുടെ ഉത്തരം എത്രയാ? 600. നമുക്ക് സാധാരണ പലിശയുടെ അടുത്ത ടൈപ്പിലേക്ക് വരാം. ചോദ്യം നോക്കാം. 30,000 രൂപയ്ക്ക് 16 3/2% പലിശ നിരക്കിൽ 3 വർഷത്തെ സാധാരണ പലിശ എന്ത്? അപ്പോൾ ഇവിടുത്തെ 16 3/2% ഇമ്പോർട്ടൻറ്റ്. 16 3/2%. സാധാരണ ഈ 16 3/2% എന്ന് പറയുന്നത് ഒരു മിക്സഡ് ഫ്രാക്ഷനാണ്, ഒരു മിശ്ര ഭിന്നമാണ് മലയാളത്തിൽ പറഞ്ഞാൽ. അപ്പോൾ അതിനെങ്ങനെയാണ് സോൾവ് ചെയ്യുക? നമ്മൾ ഈ 16 3/2 ആദ്യം ഇംപ്രോപ്പറിലോട്ട് മാറ്റും. 16 × 3 48. 48ഉം 2ഉം 50. 50/3. 50/3%. ശരിയല്ലേ? ശതമാനം എന്ന് പറഞ്ഞാൽ വീണ്ടും എന്താണ്? 50/3 ദ ഹോൾ ഡിവൈഡഡ് ബൈ 100 എന്നാണ്. ശതമാനം എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്റർ 100 വരുന്നതല്ലേ? ഈ 100 തിരിച്ചിടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് 1/100 ആവും. ഇനി ഈ 50ഉം 100ഉം വെട്ടിപ്പോയി 2. സോ ആൻസർ 1/6 എന്ന് കിട്ടും. അപ്പോൾ സിമ്പിളി ഒരു സംഖ്യയുടെ 16 3/2% കാണാൻ സംഖ്യയെ 6 കൊണ്ട് ഗുണിക്കണം. എങ്ങനെ കിട്ടി? 16 3/2 ആദ്യം 50/3%. 50/3 എന്ന് പറഞ്ഞാൽ 50/3/100. അത് റിവേഴ്സ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഇൻറ്റു 1/100. 50 100ഉം വെട്ടിപ്പോകുമ്പോൾ ഇവിടെ 2 കിട്ടും. 3 × 2 6. സോ എന്ത് കിട്ടും? 16 3/2% കാണാൻ ഒരു സംഖ്യയെ 6 കൊണ്ട് ഗുണിക്കണം. മസ്റ്റായി പഠിക്കണം. എഴുതിയൊക്കെ ചെയ്യാം, ഇങ്ങനെ എഴുതി ചെയ്യാം. എന്നാൽ അത് എഴുതാതെ പഠിക്കേണ്ട കാര്യമാണിത്. ഒരു സംഖ്യയുടെ സിംപ്ലിഫിക്കേഷനിൽ വരും, പെർസെൻറ്റേജ് എന്ന ചാപ്റ്റർ വരും, മറ്റ് പലപ്പോഴും ഈ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന ചാപ്റ്ററിലോ കോമ്പൗണ്ടിലോ മറ്റ് ചാപ്റ്ററിലൊക്കെ വരാം. ഒരു സംഖ്യയുടെ 16 3/2% എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭിന്നസംഖ്യാ രൂപം 6 എന്നാണ്. എന്ത് ചെയ്യണം? ഒരു സംഖ്യയെ 6 കൊണ്ട് ഗുണിക്കണം. ഇനി 1 കൊണ്ട് ഗുണിച്ചാൽ ന്യൂമറേറ്റർ അംശത്തിലുള്ള 1 കൊണ്ട് ഗുണിച്ചാൽ ഏതെങ്കിലും സംഖ്യയുടെ വില മാറുമോ? ഇല്ല. അപ്പോൾ എളുപ്പവഴി എന്തെന്നറിയാവോ? ബൈ 6. എങ്ങനെയാ? ബൈ 6 ഡിവൈഡഡ് ബൈ 6. ഒരു സംഖ്യയുടെ 16 3/2% കാണാൻ എന്ത് ചെയ്യണം? സംഖ്യയെ ഡിവൈഡഡ് ബൈ 6 എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 6 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സംഖ്യ എന്ത് ചെയ്യണം? 6 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഉറപ്പല്ലേ? ഒരു സംഖ്യയുടെ 16 3/2% കാണാൻ സംഖ്യയെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇനി നമുക്ക് ഉത്തരത്തിലേക്ക് വരാം. 30,000ൻ്റെ 16 3/2%. നമ്മൾ എന്ത് ചെയ്യും? 30,000/6 എത്ര കിട്ടി? 5,000. 5,000 ഒരു വർഷത്തെ പലിശ. നമുക്ക് എത്ര വർഷത്തെ പലിശ കാണണം? 3. സോ 5,000 × 3 ആൻസർ 15,000.
അപ്പം മസ്റ്റായി പഠിക്കേണ്ടതാണ്. എല്ലാ ചാപ്റ്ററുകളിലും ആവശ്യമായി വരുന്നൊരു ഡേറ്റയാണ് ഹൗ ടു ഫൈൻഡ് ഔട്ട് 16 എങ്ങനെ ഒരു സംഖ്യയുടെ 16/2 കാണും. നമ്മൾ പെർസെൻറ്റേജിൽ വരുമ്പോൾ ഇതിൻ്റെ എല്ലാ ടേബിളും 2 മുതൽ 12 വരെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ശതമാനങ്ങളെ വിശദമായി പഠിക്കും. ഇപ്പോൾ തൽക്കാലം ഇത് മതി. 16/2 കാണാൻ എന്ത് ചെയ്യണം? 6 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അത്രയ്ക്ക് എളുപ്പമായിരിക്കും. 30,000/6 5000. ഒരു വർഷത്തെ പലിശ 5000 ആണെങ്കിൽ 3 വർഷത്തെ പലിശ എത്ര കിട്ടും? അത് നമുക്ക് 15,000 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. 49,000 രൂപയ്ക്ക് 14.72% പലിശ നിരക്കിൽ 3 വർഷത്തെ സാധാരണ പലിശ കാണുക. അപ്പോൾ ഇവിടെ 14.72%. നമ്മൾ അടുത്ത് പഠിക്കേണ്ട, തീർച്ചയായിട്ടും പഠിച്ചു വച്ചിരിക്കേണ്ട ഒരു സാധനമാണ്. ഒരു സംഖ്യയുടെ 14.72% കാണാൻ സംഖ്യയെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സംഖ്യയെ 7 കൊണ്ട്, ഇതിൻ്റെ ഭിന്നസംഖ്യാ രൂപം 1/7 ആണ്. അപ്പോൾ നമ്മൾ പഠിച്ച രണ്ടാമത്തതാണ് 14 2/7% ഓഫ് എ നമ്പർ. ഒരു സംഖ്യയുടെ 14.72% കാണാൻ സംഖ്യയെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. മക്കളെ പഠിച്ചല്ലോ, രണ്ടെണ്ണം നമ്മൾ പഠിച്ചത്. ആദ്യം എന്താ പഠിച്ചേ? 16/3 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 14.72% 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ശരി. അപ്പോൾ എങ്ങനെ കാണും? 49,000 രൂപയാണ് നമ്മുടെ എമൗണ്ട്. അതിനെന്ത് ചെയ്യണം? 7 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 49,000/7 നമുക്ക് ഒരു വർഷത്തെ പലിശ 7,000 രൂപ. നമുക്ക് എത്ര വർഷത്തെ പലിശ കാണണം? 3 വർഷം. എന്താ സാധാരണ പലിശയുടെ പ്രത്യേകത? ആദ്യ വർഷത്തെ പലിശ തന്നെയാണ് 2, 3, 4, 5 എത്ര വർഷത്തേക്കാണോ ലഭിക്കുക. സോ ആദ്യ വർഷം 7,000 രൂപ പലിശയാണെങ്കിൽ 3 വർഷം കൊണ്ട് നമുക്ക് ലഭിക്കുന്ന പലിശ എന്താണോ? അത് 21,000 രൂപ. നമ്മൾ 2 പുതിയ കാര്യങ്ങൾ പഠിച്ചല്ലോ. എന്തൊക്കെയാണ് പഠിച്ചേ? ഒരു സംഖ്യയുടെ 16/3 എങ്ങനെ കാണും? എങ്ങനെ കാണും? 6 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഒരു സംഖ്യയുടെ 14.72% എങ്ങനെ കാണും? അതെങ്ങനെ കാണും? അത് സംഖ്യയെ നമ്മൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യും. പിടികിട്ടിയോ? പഠിച്ചാ? ശരി, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഇത് അടുത്തൊരു ടൈപ്പാണ്. 1 രൂപയ്ക്ക് ഒരു മാസം 1 പൈസ പലിശ നിരക്കിൽ 50,000 രൂപയ്ക്ക് 2 വർഷത്തെ സാധാരണ പലിശ കാണുക. അപ്പം നമുക്ക് 50,000 രൂപയ്ക്ക് 2 വർഷത്തെ സാധാരണ പലിശ കാണാം. എന്നാൽ ഇവിടുത്തെ കണ്ടീഷൻ ഇതാണ്: 1 രൂപയ്ക്ക് ഒരു മാസം 1 പൈസയാണ് പലിശ. 1 രൂപയ്ക്ക് ഒരു മാസം 1 പൈസയാണ് പലിശയായി ലഭിക്കുന്നത്. ക്ലിയർ ആണ്? അപ്പോൾ 1 രൂപയ്ക്ക് ഒരു മാസം 1 പൈസയാണ് പലിശയായി ലഭിക്കുന്നത് എങ്കിൽ എന്താണ് പലിശ നിരക്ക്? 1 രൂപ എന്ന് പറഞ്ഞാൽ 100 പൈസയല്ലേ? അപ്പോൾ 100 പൈസയ്ക്ക് ഒരു മാസം 1 പൈസ പലിശ. 100ന് 1 എന്ന് പറഞ്ഞാൽ 1% അത് ഒരു മാസത്തേക്ക്. സാധാരണ ശതമാന അടിസ്ഥാനത്തിൽ പലിശ പറയണമെങ്കിൽ ഇയർലി പറയണം, വാർഷികം പറയണം. ഒരു വർഷം എത്ര മാസമാണ്? 12 മാസം. സോ ഈ 1നെ 12 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് ലഭിക്കും 12%. ഒരിക്കൽ കൂടി, 1 രൂപ എന്ന് പറഞ്ഞാൽ 100 പൈസ. ഈ 100 പൈസയ്ക്ക് ഒരു മാസം പലിശയായി ലഭിക്കുന്നത് 1 പൈസ. സോ 100ന് 1 എന്നത് 1% ഒരു മാസത്തേക്ക്. 12 മാസമുണ്ട് ഒരു വർഷം. അതുകൊണ്ട് നമുക്ക് 12% പലിശയായി ലഭിക്കേണ്ടത്. അപ്പോൾ നമ്മൾ പഠിക്കുന്നു, 1 പൈസ പലിശ എന്ന് നമ്മൾ കണ്ട ഉടൻ മനസ്സിൽ വരണം, ഞാൻ കാണേണ്ടത് 12%. അപ്പോൾ 2 പൈസ എന്ന് കണ്ടാലോ എന്ത് വരണം? 12ൻ്റെ ഇരട്ടി 24%. അപ്പോൾ 3 പൈസ എന്ന് കണ്ടാലോ അത് 36. അര പൈസ എന്ന് കണ്ടാലോ അത് 6%. പഠിച്ച? അപ്പോൾ 1 പൈസ പലിശ എന്ന് പറഞ്ഞാൽ എത്ര ശതമാനമാണ്? അത് 12%. എങ്ങനെയാ കിട്ടിയേ? 1 രൂപയ്ക്ക് ഒരു മാസം 1 പൈസ എന്ന് പറയുമ്പോൾ ഒരു മാസം 1%. അങ്ങനെ 12 മാസങ്ങളുണ്ട് ഒരു വർഷം. അതുകൊണ്ട് മക്കളെ നമുക്ക് 12% 1 പൈസ എന്നങ്ങ് പഠിക്കാം. ഓക്കെ, ഇനി ചോദ്യം വർക്കൗട്ട് ചെയ്യാം. നമ്മുടെ ചോദ്യം ഇതാണ്. എന്താ ചോദ്യം? 50,000 രൂപയ്ക്ക് 1 പൈസ പലിശയിൽ 2 വർഷത്തെ സാധാരണ പലിശ കാണും. അപ്പോൾ 50,000ൻ്റെ 1 പൈസ എന്ന് പറഞ്ഞാൽ 50,000ൻ്റെ എത്ര ശതമാനം കാണണം? 12%.
എഴുതി ചെയ്താൽ 50,000 ഇൻറ്റു 12/100, 2 വർഷത്തേക്ക് ഇൻറ്റു ഒരു 2 കൂടി ഇട്ടാൽ മതി. എന്ന് നോക്കി വെട്ടിപ്പോയി, എത്ര കിട്ടി? 2 പൂജ്യം 5 ഗുണം 12 60,000. അപ്പോൾ 60 6,000 രൂപ. 6,000 രൂപ ഒരു വർഷത്തെ പലിശ. നമുക്ക് എത്ര വർഷത്തേക്ക് കാണണം? 2. സോ 6,000 ഇൻറ്റു 2 എത്ര കിട്ടും? 12,000 രൂപ. അപ്പോൾ 50,000 രൂപയ്ക്ക് ഒരു പൈസ പലിശ നിരക്കിൽ 2 വർഷത്തെ സാധാരണ പലിശ 12,000. നമ്മൾ പഠിച്ചു ഒരു പൈസ എന്ന് പറഞ്ഞാൽ എത്ര ശതമാനമാണ്? അത് 12%. 50,000-ൻ്റെ 12% എടുത്തു. 10%-വും 2% കൂടെ എടുത്താൽ മതി. 10% 5,000, 1% 500, 2% 1000. അപ്പോൾ എത്ര കിട്ടി? 6,000 രൂപയാണ് ഒരു വർഷത്തെ പലിശ. ഒരു വർഷത്തേക്ക് 6,000 ആകുമ്പോൾ അത് 2 വർഷത്തേക്ക് എത്രയായി മാറും? 12,000 മാറും. ഓക്കെയാണ്. ശരി, അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 1 രൂപയ്ക്ക് ഒരു മാസം 1 പൈസ. സോ പലിശ നിരക്ക് നമ്മൾ തീരുമാനിച്ചു 12%. എത്രയാണ് പ്രിൻസിപ്പൽ എമൗണ്ട്? 20,000 രൂപ. എത്ര വർഷത്തേക്ക് കാണണം? 3 വർഷം. ചോദ്യം വ്യക്തമാണ്. 20,000 രൂപയ്ക്ക് 12% പലിശ നിരക്കിൽ 3 വർഷത്തെ സാധാരണ പലിശ എന്ത്? അപ്പോൾ മക്കളെ ഇവിടെ മനസ്സിലാക്കേണ്ടത് 1 പൈസ 12%. ബാക്കി സിംപ്ലിഫിക്കേഷനാണ് നമ്മൾ ചെയ്യും. നമ്മൾ എന്ത് ചെയ്യാം? 20,000-ൻ്റെ 12%. 20,000-ൻ്റെ 12% എത്ര കിട്ടും? 10% 2,000 ആണ്, 200. 2,400 രൂപയാണ് ഒരു വർഷത്തെ പലിശ. നമുക്ക് 3 വർഷത്തേക്ക് കാണണം. ഇൻറ്റു 3 എത്ര കിട്ടും? 7,200. ഉറപ്പാണ്. ഓക്കെ. 24 ഇൻറ്റു 3 20 ഇൻറ്റു 3 60, 4 ഇൻറ്റു 3 12 72. ഞാൻ ഇങ്ങനെ ഇൻറ്റു 3-ന് പകരം ഇവിടെ ഇൻറ്റു 3 ഇട്ട് ചെയ്താൽ വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. ഓക്കെയാണ്. ഇനി ഇത് ഞാൻ മനസ്സിൽ ചെയ്യുന്ന രൂപം പറഞ്ഞായിരുന്നു. അങ്ങനെ ചെയ്യാം. 10% 2,000, 1% 200 2% 400. അങ്ങനെയാണ് 2,400. ഒരു വർഷത്തെ പലിശ 2,400 രൂപയാണെങ്കിൽ 2 വർഷത്തെ പലിശ 4,800-ഉം 3 വർഷത്തെ പലിശ 7,200 ആണ്. അല്ലെങ്കിൽ 2,400-നെ 3 കൊണ്ട് ഗുണിക്കുക. ആ സിംപ്ലിഫിക്കേഷനൊക്കെ നിങ്ങൾക്കറിയാം, അതെനിക്കറിയാം. അടുത്തത്, 1 രൂപയ്ക്ക് ഒരു മാസം 2 പൈസ പലിശ. അപ്പം 2 പൈസ പലിശ എന്ന് പറഞ്ഞാൽ ആദ്യം തീരുമാനിക്കേണ്ടത് പലിശ നിരക്ക് എത്രയാ പലിശ നിരക്ക്? 24%. 40,000 രൂപയ്ക്ക് ആണ് കാണേണ്ടത് 2 വർഷം. നമ്മൾ ആദ്യം എന്താ കാണുക? 40,000-ൻ്റെ 24% എന്ത് എഴുതി ചെയ്യുമ്പോൾ 40,000 ഇൻറ്റു 24/100. 2 പൂജ്യം വെട്ടിപ്പോയി 24 ഇൻറ്റു 96 കിട്ടും. നിങ്ങൾക്ക് 24% എന്ന് പറഞ്ഞാൽ എഴുതാതെ എങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച് 25% കാണാൻ എളുപ്പമാണ്. അതിൽ നിന്ന് 1% കുറച്ചാൽ പോലെ. ഞാൻ എഴുതാതെ ചെയ്യുന്ന മെത്തേഡാണ് പറയുക. 40,000-ൻ്റെ എന്ന് പറഞ്ഞാൽ 100%. അപ്പോൾ അതിൻ്റെ പകുതി എത്ര? 50%. 20,000. അതിൻ്റെ പകുതി 25% എത്ര? 10,000. അപ്പോൾ 25% 10,000 ആണ്. അതിൽ നിന്ന് എനിക്ക് 24 കണ്ടാൽ മതിയല്ല. 1% 400 അല്ലേ? 10,400 കുറച്ചാൽ 9,600 രൂപ. ശരിയാണെന്ന് നോക്ക്. 2 പൂജ്യം കട്ട് ചെയ്ത് പോയി. 24 ഇൻറ്റു 4 96, 2 പൂജ്യവും. ഒരു വർഷത്തെ പലിശ 9,600. എനിക്ക് കാണേണ്ടത് 2 വർഷത്തെ പലിശ 9,600 ഇൻറ്റു 2. ശരിയല്ലേ? ദെൻ 9 ഇൻറ്റു 2 18, 6 ഇൻറ്റു 2 11. അപ്പോൾ 19,200 രൂപയാണ് ഇവിടുത്തെ ഉത്തരം. ഉറപ്പാണ്. 1 പൈസ പലിശ എന്ന് പറയുമ്പോൾ 12% ആകുമ്പോൾ 2 പൈസ പലിശ എന്ന് പറയുമ്പോൾ അവിടെ 24%. 40,000-ന് 24%, 2 വർഷത്തേക്ക് ലഭിക്കുന്ന തുക 19,200 രൂപ. ഓക്കെ. അപ്പോൾ ഈ പറഞ്ഞ 18 ചോദ്യങ്ങളാണ് സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ബേസിക്കായിട്ട് സിംപ്ലിഫിക്കേഷൻ ഫോർമാറ്റ് ചോദിക്കുക. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചേ? സാധാരണ പലിശ I ഇൻട്രസ്റ്റ് ഈക്വൽ ടു PNR. P പ്രിൻസിപ്പൽ എമൗണ്ട്, N നമ്പർ ഓഫ് ഇയേഴ്സ്, R റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അത് എഴുതിയും എഴുതാതെയും നമ്മുടെ കൺവീനിയൻ്റ് അനുസരിച്ച് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നു. ശരിയല്ലേ? അവിടെ 1 വർഷത്തെ പലിശ, 2 വർഷത്തെ പലിശ, 1 വർഷം 6 മാസത്തെ പലിശ, 3 മാസത്തെ പലിശ, 73 ദിവസത്തെ പലിശ, ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. എന്നിട്ട് പലിശ നിരക്ക് മിക്സഡ് ഫ്രാക്ഷൻ ആകുന്നു. 16 3-ൽ 2% കാണാൻ 6 കൊണ്ടും, 14 7-ൽ 2% കാണാൻ 7 കൊണ്ടും അതുപോലത്തെ വരുന്ന മിക്സഡ് ഫ്രാക്ഷൻ ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പഠിച്ചു. ഓക്കെ. ഇനി നമ്മൾ എന്ത് പഠിച്ചു? 1 പൈസ പലിശ. 1 പൈസ പലിശ എത്രയാണ്? 12%. എങ്ങനെ വരുമെന്ന് വ്യക്തമായിട്ട് അറിയാമല്ലോ. ശരി, അപ്പോൾ ഈ 18 ചോദ്യങ്ങൾ ഓക്കെ അല്ലേ? നമുക്ക് അടുത്തതിലേക്ക് വരാം. ഒരു തുക സാധാരണ പലിശ പ്രകാരം 20 വർഷം കൊണ്ട് ഇരട്ടിയായി. പലിശ നിരക്ക് എന്ത്?
അപ്പോൾ ഇവിടെ ഇരട്ടിയാണ് പറയുക. ഒരു തുക സാധാരണ പലിശ നിരക്കിൽ 20 വർഷം കൊണ്ട് ഇരട്ടിയായി. പലിശ നിരക്ക് എന്ത്? ഒരു ഫോർമുല അങ്ങ് പഠിക്കാം. ഇരട്ടിയാണെങ്കിൽ പലിശ നിരക്ക് കാണാൻ നമ്മൾ ഉപയോഗിക്കേണ്ട മെത്തേഡ് 100/n. എന്താണ് ഇക്വേഷൻ? 100/n. ഇരട്ടിയാണെങ്കിൽ എന്താണ് ഫോർമുല? 100/n. ഇത് കാണാതെ പഠിത്താവരുത്. എന്താണ്? നിങ്ങളൊരു 100 രൂപ ഒരു ബാങ്കിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യും. ഈ 100 രൂപയാണ് നിങ്ങളുടെ പ്രിൻസിപ്പൽ എമൗണ്ട്, ശരിയല്ലേ? ഈ 100 രൂപ ഇരട്ടിയാവണമെന്ന് പറഞ്ഞാൽ 200 രൂപ ആവണ്ടേ? ഈ 100 രൂപ 200 രൂപ ആവണമെങ്കിൽ നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പലിശയല്ലേ കിട്ടുക? നമുക്കൊരു 100 രൂപയുടെ പലിശ കിട്ടണ്ടേ? അതായത് പ്രിൻസിപ്പൽ എമൗണ്ടിന് ഈക്വലായ പലിശ ലഭിക്കുമ്പോൾ നമ്മുടെ തുക ഡബിളാകും. ഓക്കെ, അപ്പം നമ്മളിവിടെ ഒരു ഫോർമുല പഠിച്ചു വെച്ചേക്കുക, 100/n. ആ 100 എവിടെ നിന്ന് കിട്ടിയെന്നറിയാവോ? ഈ 100 200 ആവാൻ വേണ്ട 100 രൂപ പലിശയില്ലേ, അതാണ് ഈ 100. അപ്പം ഇൻട്രസ്റ്റ് ബൈ നമ്പർ ഓഫ് n ആണ് കറക്റ്റ് മെത്തേഡ്. പക്ഷെ നമ്മൾ അതിനൊരു ഇൻട്രസ്റ്റിനൊരു കോമൺ വാല്യൂ ആയി 100 എന്ന് കൊടുത്തുകൊണ്ടാണ് നമുക്ക് 100 എന്ന് എടുക്കാൻ പറ്റുന്നത്. ഇനി നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ട്, PSC ചോദിച്ചിട്ടുണ്ട് 3 ഇരട്ടി എന്ന്, 3 ടൈംസ്. അപ്പം നമ്മൾ ഇക്വേഷൻ എന്താ? 200/n. ഇത് രണ്ടും കാണാൻ പഠിച്ച് വയ്ക്കാറാണ്. ഓക്കെ, എങ്ങനെയാണ് കിട്ടുക? നമ്മൾ 100 രൂപ തന്നെ ഡെപ്പോസിറ്റ് ചെയ്തേ, അത് 3 ഇരട്ടി ആവണമെങ്കിൽ 100 രൂപ എത്രയാവണം? 300 ആവണം. ക്ലിയർ അല്ലേ? അപ്പോൾ 300 ആവണമെങ്കിൽ നമുക്ക് എത്ര കൂടെ കൂടണം? 200 കൂടെ കൂടണം. ശരിയാണോ? സോ എന്ത് വരും? 200/n. അപ്പോൾ ക്വാഡ്രാപ്പിൾസ് അല്ലെങ്കിൽ 4 മടങ്ങെന്ന് പറഞ്ഞാൽ നമ്മുടെ 100 രൂപ 400 ആവണം. അപ്പോൾ എത്ര കിട്ടും? 300. അപ്പോൾ ആ ലോജിക്ക് ക്ലിയർ ആണ്. അല്ലാതെ ഇത് രണ്ടെണ്ണം മാത്രം പഠിച്ചു വയ്ക്കലാവരുത്. ഇരട്ടിയാണ്, ഞാൻ ഉപയോഗിക്കും 100/n. 3 ഇരട്ടിയാണ്, ഞാൻ ഉപയോഗിക്കും 200/n. അപ്പോൾ പരീക്ഷയ്ക്ക് 5 ഇരട്ടി എന്ന് ചോദിച്ചാലോ എനിക്ക് കിട്ടണം 400/n. 10 ഇരട്ടി എന്ന് പറഞ്ഞാലോ എനിക്ക് കിട്ടണം 900/n. ശരിയല്ലേ? 7 ഇരട്ടി എന്ന് പറഞ്ഞാലോ 600/n. അപ്പോൾ ലോജിക്ക് മനസ്സിലായോ? എന്താണോ പറയുന്നത് തൊട്ട് മുമ്പത്തെ നമ്പറും 2 പൂജ്യവും അല്ലേ? തൊട്ട് മുമ്പത്തെ നമ്പറിനെ 100 കൊണ്ട് ഗുണിക്കണം n. അപ്പം ഞാൻ ഇരട്ടി പറഞ്ഞു, 2ന് മുമ്പത്തെ നമ്പർ 1ഉം 2 പൂജ്യവും 100. 3 ഇരട്ടി പറഞ്ഞു, 3ന് മുമ്പത്തെ നമ്പർ 2 പിടികിട്ടിയ. അപ്പോൾ 5 ഇരട്ടി പറഞ്ഞു, എന്ത് കിട്ടും? 400/n. അത് അറിഞ്ഞിരിക്കണം. എന്ത് ചോദിക്കുമെന്ന് നമുക്ക് പരീക്ഷയ്ക്കേ പറയാൻ പറ്റും, ശരിയല്ലേ? അപ്പോൾ നമ്മളിവിടെ പഠിക്കേണ്ടത് ഇതാണ്. ഇപ്പോൾ ക്ലിയർ ആണ്. ഈ ചോദ്യം ഇരട്ടിയല്ലേ? ഇരട്ടിയുടെ ഇക്വേഷൻ എന്താ? 100/n. n നമ്പർ ഓഫ് ഇയേഴ്സ്. ഇവിടെ എത്ര? 20. 100/20. ഉത്തരം എത്ര കിട്ടും? 5. അപ്പോൾ എത്ര വർഷം കൊണ്ട് അത് ഇരട്ടിയാവും? 20 വർഷം. അതെങ്കിൽ പലിശ നിരക്ക് എന്തായിരിക്കും? 5%. പഠിച്ച. അപ്പോൾ ഇരട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കേണ്ട മെത്തേഡ് 100/n. 3 ഇരട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കേണ്ട മെത്തേഡ് 200/n. 4, 5 ഇരട്ടി എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റണം. ഓക്കെ ആണല്ലോ? അപ്പം നോക്കാം മക്കളെ, നമുക്ക് അടുത്ത ചോദ്യം. ഒരു തുക സാധാരണ പലിശ പ്രകാരം 8 വർഷം കൊണ്ട് ഇരട്ടിയായി. പലിശ നിരക്ക് ഇരട്ടി. ഫോർമുല 100/n. ഇവിടുത്തെ n എന്ന് പറയുന്നത് 8 ആണ്. 100/8. 100നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇവിടെ 4 കൊണ്ട് 2 പ്രാവശ്യം, ഇവിടെ 4 കൊണ്ട് എത്ര കിട്ടും? 25. 25/2. ആൻസർ 12.5%. ക്ലിയർ ആണ്. അപ്പോൾ ഇരട്ടിയാണെങ്കിൽ ഇക്വേഷൻ 100/n ആണ്. നോക്കൂ, ഒരു തുക സാധാരണ പലിശ പ്രകാരം 12 വർഷം കൊണ്ട് ഇരട്ടിയായി. പലിശ നിരക്ക് എന്ത്? ഇരട്ടിയാണെങ്കിൽ പലിശ നിരക്ക് എന്ത് മാത്രം? അത് 100/n മാത്രം. ഇവിടെ 100. n എന്ന് പറയുന്നത് 12 ആണ്. ശരിയല്ലേ? നമുക്കിതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം 3 പ്രാവശ്യം. ഇവിടെ 25/3. 25നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് 8 പ്രാവശ്യമുണ്ട്. എത്ര കിട്ടും? 24. ശിഷ്ട 1. നമ്മുടെ ഉത്തരം 8 1/3%. എത്രയാണ്? 8. ഹരണഫലം സംഖ്യയായും ശിഷ്ടം അംശമായും ഏത് സംഖ്യ കൊണ്ടാണോ ഡിവൈഡ് ചെയ്യുന്നത് ഡിനോമിനേറ്ററായി എഴുതി. നമ്മുടെ ഉത്തരം 8 1/3%. നമ്മുടെ ഇക്വേഷൻ 100/n. എപ്പോഴാണ് നമ്മുടെ ഇക്വേഷൻ 100/n ആകുന്നത്? ഒരു തുക സാധാരണ പലിശ നിരക്കിൽ ഇരട്ടിയാകുന്നു. ഇരട്ടിയാകുകയാണെങ്കിൽ ഇക്വേഷൻ എന്താണ്? 100/n. പഠിച്ചില്ലേ? ഓക്കെ, അടുത്ത ചോദ്യം. ഒരു തുക സാധാരണ പലിശ പ്രകാരം 10 വർഷം കൊണ്ട് മുടക്ക് മുതലിൻ്റെ 3 ഇരട്ടിയായി. പലിശ നിരക്ക് എന്ത്? മക്കളെ പറ, 3 ഇരട്ടിയാണ്. എന്താണ് ഇക്വേഷൻ? 200/n. 3 ഇരട്ടിയാണെങ്കിൽ ഇക്വേഷൻ എന്താ? 200/n. ഇവിടുത്തെ n എന്ന് പറയുന്നത് എത്ര വർഷം? 10 വർഷം. സോ 200
ബൈ 10 ക്യാൻസലായിപ്പോയി. ആൻസർ എന്താണ്? പലിശ നിരക്ക് എന്താണ്? 20%. അപ്പോൾ ഇരട്ടിയായിരുന്നെങ്കിൽ ഇവിടെ നമ്മൾ 100/n ഉപയോഗിക്കുമായിരുന്നു. എന്നാൽ ഇത് 3 ഇരട്ടിയാണ്. 3 ഇരട്ടി ആയതിനാൽ നമ്മുടെ ഇക്വേഷൻ എന്താണ്? 200/n ആണ്. ഇവിടുത്തെ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് പറയുന്നത് ഇവിടെ 10 200/10 20. നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് വരാം. ഒരു തുക സാധാരണ പലിശ പ്രകാരം 20 വർഷം കൊണ്ട് മുടക്കുമുതലിൻ്റെ 3 ഇരട്ടിയായി. പലിശ നിരക്ക് എന്ത്? 3 ഇരട്ടി കാണേണ്ട മെത്തേഡ് 200/n. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇയേഴ്സ്. 200/20. നമ്മുടെ ഉത്തരം 10% അല്ലേ? ഉറപ്പല്ലേ? ശരി. ഒരു തുക സാധാരണ പലിശ പ്രകാരം 25 വർഷം കൊണ്ട് മുടക്കുമുതലിൻ്റെ 3 ഇരട്ടിയായി. 3 ഇരട്ടി ഓടാം ഫോർമുല 200/n. ഇവിടെ 200 വർഷം 25. ദെൻ 100 25 4 പ്രാവശ്യം 200 എത്ര? 8. സോ ആൻസർ 8%. നമ്മൾ ഇവിടെ നിന്ന് പഠിച്ചത് ഇരട്ടിയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ 100/n-ഉം 3 ഇരട്ടിയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ 200/n-ഉം. ഇത് രണ്ടും PSC ചോദിച്ചിട്ടുള്ളത്. എന്നാൽ 4 ഇരട്ടി എന്ന് പഠിച്ചാൽ നമുക്ക് തെറ്റില്ല. നമ്മുടെ ഇക്വേഷൻ എന്താ? 300/n. 5 ഇരട്ടിയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്താ? 400/n. എന്തായിരിക്കും n? ആ ഇരട്ടിയോ 3ഓ 4ഓ 5ഓ ഇരട്ടിയാകുന്ന നമ്പർ ഓഫ് ഇയേഴ്സ് ആണ് n. കോൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ? അപ്പോൾ അടുത്തേക്ക് വരാം. ആദ്യ വർഷം 8%, രണ്ടാം വർഷം 7%, മൂന്നാം വർഷം 5% പലിശ നിരക്കിൽ 30,000 രൂപയ്ക്ക് 3 വർഷത്തെ സാധാരണ പലിശ എന്ത്? സാധാരണ ഇത് സ്കൂൾ ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കുമ്പോൾ 30,000 രൂപയ്ക്ക് വ്യത്യസ്തങ്ങളായ പലിശ നിരക്കുകളാണ് ഉള്ളത്. അപ്പോൾ 30,000 രൂപയ്ക്ക് ആദ്യ വർഷം 8%, ഒരു വർഷത്തേക്ക് 8% കാണും. പ്ലസ് 30,000-ന് രണ്ടാം വർഷം 7% കാണും, മൂന്നാം വർഷം 5% കാണും. ഇങ്ങനെ വ്യത്യസ്തമായ പലിശ നിരക്കാവുമ്പോൾ ഓരോ വർഷവും കിട്ടുന്ന പലിശയും വ്യത്യസ്തമല്ലേ? ആ 3 പലിശ കൂടെ കൂട്ടി 3 വർഷത്തെ പലിശ കാണും. പക്ഷെ നമ്മുടേതൊരു മത്സര പരീക്ഷയാണ്. ടൈം മാനേജ്മെൻറ്റ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് നിങ്ങൾ കുറച്ചുകൂടെ സിമ്പിളാക്കുന്ന രൂപത്തിൽ ചെയ്യണം. എന്തെന്നറിയാവോ? പലിശ നിരക്ക് വ്യത്യസ്തമാണെങ്കിൽ നിങ്ങൾ ആദ്യം അതങ്ങ് കൂട്ടണം. ആദ്യ വർഷം 8, രണ്ടാം വർഷം 7, മൂന്നാം വർഷം 5. അപ്പോൾ 8ഉം 7ഉം 15ഉം 5ഉം എത്ര കിട്ടും? 20%. അതോടുകൂടി 3 വർഷം എന്തായി മാറി? 1 വർഷമായി മാറി. മനസ്സിലായ? എന്താണ്? 3 വർഷത്തേക്ക് ചെറിയ 3% ഏകീകരിപ്പിച്ചുകൊണ്ട് 1 വർഷത്തെ പലിശയായി കണ്ടാൽ മതി. അതായത് ഇവിടുത്തെ ചോദ്യം എന്തെന്നറിയോ? ഇനി 30,000 രൂപയാണ്. ഈ 30,000 രൂപയ്ക്ക് നിങ്ങളൊരു 20% അങ്ങ് കണ്ടാൽ ഉത്തരം കിട്ടി. എന്താ 30,000-ൻ്റെ 10%? 3,000. അപ്പോൾ 30,000-ൻ്റെ 20% എത്ര? 6,000. പിടികിട്ടിയ? ഓക്കെ. അപ്പം നോക്കിയേ, ഇവിടെ നമ്മൾ പഠിക്കേണ്ട കോൺസെപ്റ്റ് എന്താണ്? പലിശ നിരക്കുകൾ വ്യത്യസ്തങ്ങളാണെങ്കിൽ അവ പ്ലസ് ചെയ്ത് ഒന്നാക്കുക, 1 വർഷത്തേക്കായി കാണുക. പലിശ നിരക്കുകൾ ആദ്യ വർഷം 8, രണ്ടാം വർഷം 7, മൂന്നാം വർഷം 5. 8ഉം 7ഉം 5ഉം കൂടെ പ്ലസ് ചെയ്തു. പലിശ നിരക്ക് എന്തായി? 20%. പിന്നീട് 3 വർഷത്തേക്ക് കണ്ടുകളയരുത്. കാരണം ആദ്യ വർഷത്തെ 8ഉം രണ്ടാം വർഷത്തെ 7ഉം മൂന്നാം വർഷത്തെ 5ഉം കൂടെ പ്ലസ് ചെയ്താണ് നമ്മൾ 20 ഈ 20 1 വർഷത്തേക്ക് കണ്ടാൽ മതി. 30,000-ൻ്റെ 20%, നമ്മുടെ ഉത്തരം 6,000 രൂപ. ഓക്കെ, നോക്കാം നമുക്ക് അടുത്തൊരു ചോദ്യത്തിൽ. ആദ്യ വർഷം 5%, രണ്ടാം വർഷം 3%, മൂന്നാം വർഷം 2% പലിശ നിരക്കിൽ 25,000 രൂപയ്ക്ക് 3 വർഷം. ആദ്യ വർഷം അത് 5%, രണ്ടാം വർഷം 3%, മൂന്നാം വർഷം 2%. അപ്പോൾ 5, 3, 2 ഓരോ വർഷത്തെയും പലിശ നിരക്കുകൾ വ്യത്യസ്തങ്ങളാണ്. നമ്മളിവ എല്ലാം കൂടെ പ്ലസ് ചെയ്ത്, എല്ലാം എന്ന് പറഞ്ഞാൽ 3 കൂടെ പ്ലസ് ചെയ്ത് ഒറ്റ പലിശയാക്കി ഒറ്റ വർഷത്തേക്ക് കാണുക എന്നല്ലേ പഠിച്ചേ? അപ്പോൾ 5 + 3 8 + 2 എത്ര? 10% പലിശയാണ് നമ്മൾ കാണേണ്ടത്. എന്താണ് നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട്? 25,000 രൂപ. അപ്പോൾ നമ്മൾ കാണേണ്ടത് 25,000-ൻ്റെ 10% എത്രയാണോ അതാണ് എൻ്റെ ഉത്തരം. 25,000-ൻ്റെ 10% 2,500. അപ്പോൾ മക്കളെ ക്ലിയർ ആണ്? പലിശ നിരക്കുകൾ വ്യത്യസ്തങ്ങളാണെങ്കിൽ അവ പ്ലസ് ചെയ്ത് ഒന്നാക്കുക,
അത് ഒരു വർഷത്തേക്ക് വേണ്ടി കാണുക. അങ്ങനെ വ്യത്യസ്തങ്ങളായ 3 പലിശ നിരക്കുകൾ കൂടി 10% 25,000ൻ്റെ 10% 2,500. ഓക്കെ, അടുത്ത ചോദ്യം. ആദ്യ വർഷം 5%, രണ്ടാം വർഷം 4%, മൂന്നാം വർഷം 8%, നാലാം വർഷം 3% പലിശ നിരക്കിൽ 50,000 രൂപയ്ക്ക് 4 വർഷത്തെ സാധാരണ പലിശ. അപ്പോൾ ആദ്യ വർഷത്തെ പലിശ 5, രണ്ടാം വർഷത്തെ പലിശ 4, മൂന്നാം വർഷത്തെ പലിശ 8, നാലാം വർഷത്തെ പലിശ 3. അപ്പോൾ 5 + 4 9, 9 + 3 12, 12 + 8 20. 4 വർഷത്തെ പലിശയുണ്ട്. 4 വർഷത്തെ പലിശ നിരക്കുകൾ നമ്മൾ വ്യത്യസ്തങ്ങളായതിനാൽ അവ പ്ലസ് ചെയ്ത് ഒന്നാക്കി. ദെൻ നമ്മുടെ പലിശ നിരക്ക് 20. ഒരു വർഷത്തേക്ക് കണ്ടാൽ പോരെ. എന്താ പ്രിൻസിപ്പൽ എമൗണ്ട്? 50,000. അപ്പം നമ്മൾ എന്താ ചെയ്യുക? 50,000ൻ്റെ 20% കാണണം. എന്താണ് 50,000ൻ്റെ 10%? 5,000. അപ്പോൾ 50,000ൻ്റെ 20% എന്താ? 10,000. സോ ആദ്യ വർഷം 5, രണ്ടാം വർഷം 4, മൂന്നാം വർഷം 8, നാലാം വർഷം 3% പലിശ നിരക്കിൽ 50,000 രൂപയ്ക്ക് 4 വർഷത്തെ പലിശ 10,000 ആണ്. നമ്മളിവിടെ ചെയ്യേണ്ടത് 4ഉം കൂടെ പ്ലസ് ചെയ്ത് ഒറ്റ പലിശ നിരക്കാക്കി. ആ പലിശ നിരക്ക് 20% അത് ഒരു വർഷത്തേക്ക് കണ്ടു. 50,000ൻ്റെ 20% 10,000. ഓക്കെ, അടുത്തതിലേക്ക് വരാം. അടുത്ത ടൈപ്പാണ് 5,000 രൂപ സാധാരണ പലിശ പ്രകാരം 2 വർഷം കൊണ്ട് 6,000 ആയി. പലിശ നിരക്ക് 5% കൂടി വർദ്ധിച്ചിരുന്നെങ്കിൽ എത്രയാകുമായിരുന്നു? അപ്പോൾ നോക്കണേ, 5,000 രൂപയുണ്ട്. അത് സാധാരണ പലിശ പ്രകാരം 2 വർഷം കൊണ്ട് എന്തായി മാറി? 6,000 രൂപയായി. പലിശ നിരക്ക് ഒരു 5% കൂടി വർദ്ധിച്ചിരുന്നെങ്കിൽ ഈ തുക എത്രയാകുമായിരുന്നു? സാധാരണ നമ്മൾ സ്കൂൾ ക്ലാസ്സിൽ പഠിക്കുന്ന മെത്തേഡ് എന്തെന്ന് ചോദിച്ചാൽ ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യനാണ്. എല്ലാ ചോദ്യം ഇങ്ങനെ വരില്ല. 5,000 6,000 ആയി. അപ്പോൾ 5,000 രൂപ 6,000 ആയെന്ന് പറഞ്ഞാൽ 1,000 രൂപ പലിശ കിട്ടി. ഈ 1,000 രൂപ പലിശ എത്ര വർഷത്തേക്കാണ് കിട്ടുക? 2 വർഷത്തേക്കാണ് കിട്ടുക. അപ്പോൾ 2 വർഷത്തേക്കുള്ള പലിശ 1,000 ആണെങ്കിൽ ഒരു വർഷത്തേക്കുള്ള പലിശ 500 രൂപയാണ്. ഈ ഒരു വർഷത്തേക്കുള്ള പലിശ 500 രൂപയാകുമ്പോൾ അത് 5,000ൻ്റെ എത്ര ശതമാനം എന്ന് കണ്ടുപിടിക്കും. ഞാൻ ആദ്യം ഡയറക്റ്റ് മെത്തേഡ് അങ്ങ് ചെയ്യാം. അപ്പോൾ 5,000 6,000 ആയി. എത്ര? 2 വർഷത്തേക്ക് നമുക്ക് കിട്ടിയ പലിശ 1,000. അപ്പോൾ ഒരു വർഷത്തെ പലിശ 500. പലിശ നിരക്ക് എന്ത്? ഈ 500 5,000ൻ്റെ എത്ര ശതമാനം? 500/5000 × 100 സിംപ്ലിഫൈ ചെയ്തു. നമുക്ക് കിട്ടി 10%. അപ്പം നേരത്തെ 10% പലിശയാണ് ഉണ്ടായിരുന്നത്. ക്വസ്റ്റ്യനിൽ പറയുന്നു പലിശ നിരക്ക് 5 കൂടെ കൂടിയാൽ, അപ്പോൾ 10നോട് 5 കൂട്ടിയാൽ എന്ത് കിട്ടണം? ഇനി 15% പലിശ നിരക്ക് കാണണം. അപ്പോൾ 5,000ൻ്റെ 15% എന്ത്? 5,000ൻ്റെ 10% 500 ആണ്. 5% 250. അപ്പോൾ എത്ര കിട്ടും? 750 രൂപ ഒരു വർഷത്തേക്ക്. 2 വർഷത്തേക്കോ? 1,500 രൂപ. അപ്പോൾ 5,000 + 1,500 നമ്മുടെ ഉത്തരം എത്ര കിട്ടണം? 6,500 രൂപ കിട്ടണം. ശരിയല്ലേ? ഇതാണ് ഡയറക്റ്റ് മെത്തേഡ്. എന്നാൽ ഇവിടെ 5,000 6,000 3 വർഷം കൊണ്ടെന്നാണെങ്കിൽ ഇവിടുത്തെ പലിശ നിരക്ക് ഡെസിമലിലാവും. പിന്നെ അങ്ങോട്ടുള്ളത് അത്രയും കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്. ഇതാണ് സ്കൂൾ ക്ലാസ്സുകളിൽ പഠിക്കുന്ന മെത്തേഡ്. പക്ഷേ അവിടെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് തരിക. അപ്പോൾ നമ്മളിവിടെ നോക്കണേ, ഈ മെത്തേഡ് അല്ല നമ്മൾ ഫോളോ ചെയ്യണം. നമ്മുടെ ഉത്തരം 6,500 ആണ്. നമ്മൾ ഫോളോ ചെയ്യുന്ന മെത്തേഡിലേക്ക് വരാം. നമ്മുടെ ചോദ്യത്തിൽ ഇങ്ങനെയാണ് മെൻഷൻ ചെയ്യുക. 5,000 രൂപ എന്തായി? 6,000 രൂപയായി. എത്ര വർഷം കൊണ്ട്? 2 വർഷം കൊണ്ട്. സാധാരണ പലിശ നിരക്കിൽ. തൊടണ്ട, ഇത്രയേ ഉള്ളൂ. പലിശ നിരക്ക് 5% കൂടിയിരുന്നെങ്കിൽ തുക എത്രയാകും? അപ്പം നേരത്തെ എത്ര പലിശ ഉണ്ടോ ആ പലിശ അവിടെ വേണം. അതിന് പുറമെ എന്ത് ചെയ്യണം? പലിശ നിരക്ക് ഒരു 5 കൂടെ കൂടിയാൽ, നേരത്തെ ഒരു 10 എന്നൊക്കെ നമ്മൾ കണ്ടുപിടിച്ചില്ലേ, ആ 10 അവിടെ വേണം. ആ 10 എന്താക്കണം? 15 ആക്കണം. നമ്മൾ എന്ത് മാത്രം ചെയ്യണം എന്നറിയോ? എത്ര പലിശ നിരക്ക് കൂടുമോ അത് ആ പ്രിൻസിപ്പൽ എമൗണ്ട് എടുക്കുക. എന്ന് പറഞ്ഞാൽ 5,000ൻ്റെ 5% എടുക്കുക. 5,000ൻ്റെ 10% 500. അപ്പോൾ 5% എത്ര? 250. അതിനർത്ഥം ഒരു വർഷം 250 രൂപ വെച്ച് പലിശ കൂടും. ഒരു വർഷം 250 രൂപ വെച്ച് പലിശ കൂടും. എങ്ങനെ? 5,000 രൂപയ്ക്ക്. ഇവിടെ 6,000 ആയത് എത്ര വർഷം കൊണ്ടാണ്? 2. അപ്പോൾ 2 വർഷത്തേക്ക് എത്ര? 250 × 2 500 രൂപ. അപ്പോൾ 2 വർഷത്തേക്കായി എത്ര കൂടണം? 500 രൂപ കൂടണം.
പിടികിട്ടിയോ? അത് 3 വർഷമാണെന്നുണ്ടെങ്കിൽ അതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് കൂടും. 4 വർഷമാണെങ്കിൽ ഇവിടെ 4 കൊണ്ട് ഗുണിക്കും. ശരിയല്ലേ? അപ്പോൾ 6000 + 500 നമ്മുടെ ഉത്തരം എന്ത് കിട്ടും? 6500. ഒരു ഇതുമില്ല, ഇത്രയേ ഉള്ളൂ നമ്മുടെ ആപ്ലിക്കേഷൻ. എങ്ങനെയാ? 5000 രൂപ 2 വർഷങ്ങൾ കൊണ്ട് 6000 മാറി. പലിശ നിരക്ക് എത്ര കൂടിയിരുന്നെങ്കിൽ? 5% കൂടിയിരുന്നെങ്കിൽ. അപ്പോൾ 5000ൻ്റെ 5% എടുത്തു. അത് 250 രൂപയാണ്. 2 വർഷം ആയതുകൊണ്ട് 2 വർഷത്തേക്ക് എടുത്തു. ഇവിടെ 3 വർഷമാണെങ്കിൽ 3 വർഷത്തേക്ക് എത്ര, 4 വർഷമാണെങ്കിൽ 4 വർഷത്തേക്ക് എത്ര എന്ന് എടുക്കുക. ക്ലിയർ അല്ലേ? അപ്പം നമ്മുടെ ഉത്തരം 600. മക്കളെ ഒരിക്കൽ കൂടെ, 5000 രൂപ 2 വർഷങ്ങൾ കൊണ്ട് 6000 ആ പലിശ നിരക്കിനേക്കാൾ ഒരു 5% പലിശ കൂടെ കൂടിയെങ്കിൽ ഈ തുക എത്രയാകും? നമ്മൾ 5000ൻ്റെ 5% എടുക്കുക. 5000ൻ്റെ 10% 500 ആകുമ്പോൾ 5% 250 ഒരു വർഷത്തേക്കാണ് 250. ഇവിടെ 2 വർഷം കൊണ്ടല്ലേ ആവുന്നേ. അപ്പോൾ 2 വർഷത്തേക്ക് എത്ര? അത് 500. ആ 6000ത്തിനോട് ഈ 500 അങ്ങ് കൂട്ടിയേ, 6500. ഓക്കെയാണ്, സെറ്റാണ്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. 3000 രൂപ സാധാരണ പലിശ പ്രകാരം 3 വർഷം കൊണ്ട് 5000 അപ്പോൾ 3 വർഷം കൊണ്ട് 3000 രൂപ 5000 പലിശ നിരക്ക് ഒരു 10% കൂടി കൂടിയെങ്കിൽ എത്രയാവും? നമ്മളിങ്ങനെ ചെയ്യാം. 3000 ആയിരുന്നല്ലോ, 3000ൻ്റെ 10%. എത്രയാണ് 3000ൻ്റെ 10%? 300. അപ്പോൾ ഒരു വർഷം 300 കൂടണം. എത്ര വർഷമാണ് ഇവിടെ ഉള്ളത്? 3 വർഷം. അപ്പോൾ 3 വർഷത്തേക്ക് 300 × 3 എത്ര? 900 കൂടണം. അത് 5000ത്തിനോട് അങ്ങ് കൂട്ടിയാൽ 3000 3 വർഷം കൊണ്ട് 5000 ആയല്ലോ. ആ 5000ത്തിനോട് 900 കൂട്ടിയാൽ ഉത്തരം എന്താണോ? 5900. ഉറപ്പല്ലേ? അപ്പം 3000 രൂപ 3 വർഷം കൊണ്ട് 5000 രൂപയായി മാറി. പലിശ നിരക്ക് ഒരു 10% കൂടെ കൂടിയിരുന്നെങ്കിൽ എത്രയാകും? 3000ൻ്റെ 10% 300 ആ 300 3 വർഷത്തേക്ക് ആവുമ്പോൾ 900 കൂടും. സോ ഉത്തരം 5900. ഓക്കെയാണ്? നോക്കിയേ മക്കളെ, അടുത്ത 20000 രൂപ ഉണ്ട്. അത് 3 വർഷം കൊണ്ട് 25000 രൂപയായി. സാധാരണ പലിശയിലാണ്. പലിശ നിരക്കൊരു 3% കൂടി വർദ്ധിച്ചിരുന്നെങ്കിൽ തുക എത്രയാണ്? അപ്പോൾ 20000 രൂപ ഏതോ ഒരു പലിശ നിരക്കിൽ 3 വർഷം കൊണ്ട് 25000 ആയി. പലിശ നിരക്കൊരു 3% കൂടെ കൂടണം. അപ്പം നമ്മൾ ആദ്യം 20000ൻ്റെ 3% എടുക്കണ്ടേ? എന്താ 20000ൻ്റെ 1%? 2 ഡെസിമൽ മാറ്റി 200. 200 1% ആണെങ്കിൽ 3%. 200 × 3 600. അപ്പോൾ 20000ൻ്റെ 3% 600 രൂപയാണ്. ഇത് ഒരു വർഷത്തേക്ക്. അപ്പം 3 വർഷത്തേക്ക് എത്ര വരും? 600 × 3 1800. 25000ത്തിനോട് ഒരു 1800 കൂട്ടിയാൽ മതി. അപ്പോൾ എന്ത് കിട്ടും? 26800. അപ്പോൾ മക്കളെ ശ്രദ്ധിച്ചത് ഇത്രയേ ഉള്ളൂ. 20000 രൂപ 3 വർഷം കൊണ്ട് സാധാരണ പലിശ നിരക്കിൽ 25000 ആ പലിശ നിരക്ക് എന്ത് എന്ന് ചോദിച്ചാൽ നമ്മൾ അവിടെ ആദ്യം കണ്ട പോലെയൊക്കെ കണ്ടുപിടിക്കണം. ഇവിടെ അതില്ല. ക്വസ്റ്റ്യൻ കുറച്ചുകൂടെ നല്ലതാണ്. ആ പലിശ നിരക്ക് ചോദിക്കുന്നില്ല. പകരം എന്ത് പറയുന്നു? ആ പലിശ എന്താണോ അതിനേക്കാൾ ഒരു 3% കൂടെ പലിശ കൂടുകയാണെങ്കിൽ തുക എത്രയാകും? അപ്പോൾ 20000 രൂപ 3 വർഷം കൊണ്ട് 25000 രൂപയായി. പലിശ നിരക്ക് 3% കൂടി, പലിശ നിരക്ക് 3% കൂടി കൂടുന്നു. അപ്പോൾ 20000ൻ്റെ 3% എടുക്കണ്ടേ? 20000ൻ്റെ 1% 200 ആണെങ്കിൽ 3% 600. അത് 3 വർഷത്തേക്ക് 600 × 3 1800. 25000 + 1800 26800. ഓക്കെ അല്ലേ? ശരി, അടുത്ത് നോക്കിയേ. ഒരു തുക സാധാരണ പലിശ പ്രകാരം 5 വർഷം കൊണ്ട് ഇരട്ടിയായി. ഓക്കെ, അത് മുടക്ക് മുതലിൻ്റെ 10 ഇരട്ടിയാകാൻ എത്ര വർഷം വേണം? നേരത്തെ നമ്മളിതിൻ്റെ ആദ്യത്തെ ഇത്രയും മാത്രം കണ്ടു. ഒരു തുക സാധാരണ പലിശ പ്രകാരം 5 വർഷം കൊണ്ട് ഇരട്ടിയായി. ഓക്കെ, ആ പലിശ നിരക്ക് എന്ത്? അവിടെ പലിശ നിരക്ക് എന്ത് എന്ന് കാണാൻ നമ്മൾ 100/n എന്ന ഇക്വേഷനാണ് ഉപയോഗിച്ചിരുന്നത്. ക്ലിയർ അല്ലേ? എന്നാൽ ഇവിടെ അതല്ല. എന്താണ്? അത് മുടക്ക് മുതലിൻ്റെ 10 ഇരട്ടിയാകാൻ എത്ര വർഷം വേണം? അപ്പം നോക്കണേ, ഒരു തുക സാധാരണ പലിശ പ്രകാരം 5 വർഷം കൊണ്ട് ഇരട്ടിയായി. ഇവിടെ ഇരട്ടിയാകുന്ന സമയം 5 വർഷമാണ്. അത് മുടക്ക് മുതലിൻ്റെ 10 ഇരട്ടിയാകാൻ എത്ര വർഷം വേണം? ഇതിന് ചെയ്യേണ്ട എളുപ്പ വഴി എന്താണോ? ഒരു തുക 2 ഡേറ്റയാണുള്ളത്. എത്ര വർഷം കൊണ്ടാണോ ഇരട്ടിയാകുന്നത് അതിവിടെ തന്നിട്ടുണ്ട്. എത്ര വർഷം? 5. അത് എത്ര ഇരട്ടിയാകണം? നമുക്ക് 10 ഇരട്ടിയാകണം.
നമ്മൾ ചെയ്യേണ്ടത് എത്ര ഇരട്ടിയാണോ അതിൽ നിന്ന് 1 കുറയ്ക്കണം. ഇരട്ടി -1 ഇൻറ്റു ഇരട്ടിയാകുന്ന സമയം. എഴുതാതെ അങ്ങ് ചെയ്യാം. എന്താ മെത്തേഡ്? എത്ര ഇരട്ടി വേണോ അതിൽ നിന്ന് 1 കുറയ്ക്കണം. അതെന്തിനാ ഈ 1 കുറയ്ക്കുന്നേ? ഇപ്പം നമ്മുടെ കയ്യിൽ 5 ലക്ഷം രൂപയുണ്ട്. അത് 25 ലക്ഷം രൂപ ആയി എന്ന് വെച്ചാൽ അതിൽ 5 ലക്ഷം രൂപ നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ടാണ്. പ്രിൻസിപ്പൽ എമൗണ്ട് കുറയ്ക്കുന്നതാണ് ഈ 1. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ 10 ഇരട്ടിയിൽ നിന്ന് 1 കുറച്ചാൽ 10 - 1 9 ഇൻറ്റു ഇരട്ടിയാകുന്ന സമയം 5. 9 ഇൻറ്റു 5 നമ്മുടെ ഉത്തരം എത്ര? 45 വർഷം. ഉറപ്പല്ലേ? ഒരു തുക സാധാരണ പലിശ നിരക്കിൽ 5 വർഷം കൊണ്ട് ഇരട്ടിയായി അത് മുടക്ക് മുതലിൻ്റെ 10 ഇരട്ടിയാകാൻ എത്ര വർഷം വേണം? മക്കളെ, നമ്മൾ ചെയ്യേണ്ടത് എത്ര ഇരട്ടി വേണമോ അതിൽ നിന്ന് 1 കുറയ്ക്കുക. ഇവിടെ എത്ര ഇരട്ടി വേണം? 10 ഇരട്ടി. 10ൽ നിന്ന് 1 കുറച്ചാൽ 9 ഇൻറ്റു ഇരട്ടിയാകുന്ന സമയം ഇൻറ്റു 5. 9 ഇൻറ്റു 5 45. നോക്കണേ, മറ്റൊരു മെത്തേഡ് ഡിസ്ക്രിപ്റ്റീവായിട്ട് നോക്കാം. ആദ്യ വർഷം നിങ്ങളുടെ കയ്യിലൊരു തുകയുണ്ടായിരുന്നു. അത് നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്തു. അതിനെ ഞാൻ 1 ടൈംസ് എന്ന് പറയും. ചോദ്യപ്രകാരം 5 വർഷം കൊണ്ട് ഇത് ഇരട്ടിയാകുന്നു. 5 വർഷം കൊണ്ട് ഇരട്ടിയാകുന്നു എന്ന് പറഞ്ഞാൽ 1 എന്തായി മാറുന്നു? 2 മാറുന്നു. അപ്പോൾ ആദ്യ വർഷം നമ്മുടെ കയ്യിലുണ്ട്, നമ്മളതിനെ 1 എടുത്തു. 5 വർഷം കൊണ്ട് അത് ഇരട്ടിയായി 1 മാറി? 2 മാറി. ഈ സാധാരണ പലിശയുടെ പ്രത്യേകത, എത്ര വർഷം കൊണ്ടാണോ ഇരട്ടിയാവുന്നത് വീണ്ടും അത്രയും വർഷം എടുക്കും ആ തുക ഇരട്ടിയാവാൻ. കാരണം പലിശ നിരക്കും പ്രിൻസിപ്പൽ എമൗണ്ടും ഒക്കെ ഇവിടെ ഈക്വൽ അല്ലേ? അപ്പോൾ ഇവിടെ 5 വർഷം കൊണ്ട് ഇരട്ടിയാവുന്നു. ഇരട്ടിയാവുന്നു പറഞ്ഞാൽ 1 ടൈംസ് കൂടെ കൂടി. വീണ്ടും ഓരോ 5 വർഷം ആകുമ്പോൾ 10 വർഷമായി. അപ്പോൾ 2 എന്താവും? 1 ഇരട്ടി കൂടെ കൂടും, 3 ആവും. വീണ്ടും 5 വർഷം 15 ആവും. അപ്പോൾ 3 ആരാവും? 4. വീണ്ടും 5 വർഷം 20 ആവും. 4 ആരാവും? 5. അടുത്ത് 25. 5 ആരാവും? 6. അടുത്ത് 30 ആവും. എത്ര? 7. ഇതിങ്ങനെ പോവും. ഓക്കെ, നിങ്ങളെടുത്ത് പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ് 6 ഇരട്ടിയാകാൻ എത്ര വേണം? ഇപ്പം നമ്മൾ പഠിച്ച മെത്തേഡ് എന്താണ്? എത്ര ഇരട്ടി? 6. 6ൽ നിന്ന് ഈ 1 അങ്ങ് കുറയ്ക്കണം. ഇരട്ടി -1. 6ൽ നിന്ന് 1 കുറച്ചാൽ എത്ര? 5. ഇതിൻ്റെ ഇരട്ടിയാവുന്ന സമയം എത്ര? 5. 5 ഇൻറ്റു 5 25. ശരിയല്ലേ? 4 ഇരട്ടിയാവാൻ എത്ര വേണം? 4ൽ നിന്ന് 1 കുറച്ചാൽ എത്ര? 3. 3 ഇൻറ്റു 5 15. ഓക്കെ, അതാണ് നമ്മൾ എന്ത് പഠിച്ചത്? ഇതാണ് ഇതിൻ്റെ ടേബിൾ. ക്ലിയർ അല്ലേ? നമ്മൾ എന്താ പഠിച്ചത്? എത്ര ഇരട്ടിയാണോ വേണ്ടത് അതിൽ നിന്ന് 1 കുറയ്ക്കുക ഇൻറ്റു ഇരട്ടിയാകുന്ന സമയം. ഇരട്ടി -1 ഇൻറ്റു സമയം പഠിച്ച. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതാണ് കംഫർട്ടബിൾ. പക്ഷേ ഈ ടേബിൾ മസ്റ്റായിട്ട് അറിയണം. ആദ്യ വർഷം 1, 5 വർഷം കൊണ്ട് അത് ഇരട്ടിയാവും. ഉറപ്പല്ലേ? അപ്പോൾ 1 എന്തായി മാറി? 2. വീണ്ടും ഓരോ 5 വർഷങ്ങൾ കൂടുമ്പോൾ 1 ടൈംസ് വീതം വർദ്ധിക്കും. അപ്പോൾ 2 3 ആയി, 3 4 ആയി. ബട്ട് ഇപ്പുറത്ത് എന്ത് ചെയ്യും? 5 വർഷം ആയിക്കൊണ്ടേയിരിക്കും. പിടികിട്ടിയല്ലോ? അതിന് എളുപ്പത്തിൽ ഒറ്റ ലൈനിൽ എഴുതാതെ ചെയ്യാവുന്ന മെത്തേഡും പഠിച്ചല്ലോ. എത്ര ഇരട്ടി വേണോ അതിൽ നിന്ന് 1 കുറയ്ക്കുക ഇൻറ്റു ഇരട്ടിയാവുന്ന സമയം. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഒരു തുക സാധാരണ പലിശ പ്രകാരം 4 വർഷം കൊണ്ട് ഇരട്ടിയായി. അത് മുടക്ക് മുതലിൻ്റെ 7 ഇരട്ടിയാകാൻ എത്ര വർഷം വേണം? ഒരു തുക സാധാരണ പലിശ പ്രകാരം 4 വർഷം കൊണ്ട് ഇരട്ടിയായി. അത് മുടക്ക് മുതലിൻ്റെ 7 ഇരട്ടി. എത്ര ഇരട്ടിയാണ് വേണ്ടത്? 7. 7ൽ നിന്ന് 1 കുറച്ചു. എത്ര കിട്ടി? 6 ഇൻറ്റു ഇരട്ടിയാകുന്ന സമയം 4. അപ്പോൾ 6 ഇൻറ്റു 4 എത്ര? 24 വർഷം. ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ ആണ്. ഇരട്ടി -1 ഇൻറ്റു ഇരട്ടിയാകുന്ന സമയം. ഓക്കെ ആണല്ലോ? നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഒരു തുക സാധാരണ പലിശ പ്രകാരം 8 വർഷം കൊണ്ട് ഇരട്ടിയായി. 8 വർഷം കൊണ്ട്. അത് മുടക്ക് മുതലിൻ്റെ എത്ര ഇരട്ടിയാകാൻ? 5 ഇരട്ടിയാകാൻ. നമുക്ക് എത്ര ഇരട്ടിയാവണം? 5. അതിൽ നിന്ന് 1 കുറച്ചു. 5ൽ നിന്ന് 1 കുറച്ചാൽ എത്ര? 4 ഇൻറ്റു ഇരട്ടിയാകുന്ന സമയം എത്ര? ഇരട്ടിയാകുന്ന സമയം 8. 4 ഇൻറ്റു 8 എത്ര? 32. അപ്പോൾ എത്ര വർഷം വേണം മക്കളെ? 32 വർഷങ്ങൾ കൊണ്ട് നമുക്കിത് ഇരട്ടിയാവാം. നമ്മൾ പഠിച്ച മെത്തേഡ് എന്താണ്? ഇരട്ടിയാണെങ്കിൽ ഇരട്ടി -1 ഇൻറ്റു ഇരട്ടിയാകുന്ന സമയം. ഒരു ടേബിൾ പഠിച്ചല്ല. ആദ്യ വർഷം 1, അത് ഇവിടെ ആണെങ്കിൽ 8 വർഷം കൊണ്ട് 2, വീണ്ടും 8 വർഷം എടുക്കുമ്പോൾ 3 4 5 എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകും. ക്ലിയർ അല്ലേ? ഓക്കെ,